ഇന്ന് രാത്രി മറനീക്കണമേ, വെളിപ്പാടുകളാൽ തന്റെ ദാസനെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിന് വേണ്ട ആരോഗ്യം ബലവും കൊടുത്തിരിക്കാൻ സ്തോത്രം. തന്റെ ദാസനെ കർത്താവ് ഉപയോഗിക്കാൻ പോകുന്നതിനാൽ നന്ദി. വലിയൊരു മഴയുടെ മുഴക്കം ഞാൻ കേൾക്കുന്നു എന്ന് പ്രവാചകൻ പറഞ്ഞതുപോലെ ഇന്ന് രാത്രി ഒരു വിടുതലിന്റെ മുഴക്കം ഞങ്ങൾ ആത്മാവിൽ കേട്ട് കരങ്ങളൊന്ന് അടിച്ചു വായ്കൾ തുറന്ന് ശക്തിയോടെ പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ കണ്ട് വെൽക്കം ടു പാസ്റ്റർ അനീഷൻ കെ സാമുവൽ. കർത്താവിന്റെ ദാസനെ ഇന്ന് രാത്രിയിൽ ഞങ്ങൾ ശുശ്രൂഷയ്ക്കായി സ്വാഗതം ചെയ്യുക. Glory to God. അനുഗ്രതമായ രാത്രിക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. കടന്നേവർക്കും യേശു നാമത്തിലുള്ള വാർത്തകളെ ഞാൻ അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിൽ നിങ്ങളുടെ കൂടെ ആയിരിക്കുന്നതിൽ വളരെ സന്തോഷമുണ്ട്. ഇന്ന് പകൽക്കാലം കടന്ന ദൈവമക്കൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് രാത്രിയിലും ഇവിടെ ആയിരിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞാൻ പൂർണ്ണമായി ഇന്ന് രാവിലെ പറഞ്ഞതുപോലെ ഞാൻ വിശ്വസിക്കുന്നു, ഇത് എല്ലാവർക്കും പൊതുവായി ഉള്ളൊരു ഉപവാസ പ്രാർത്ഥനയല്ല. ദൈവം ചിലർക്ക് വേണ്ടി തിരഞ്ഞെടുത്ത് മാറ്റി വെച്ചിരിക്കുന്നു
ഒരു ഉപവാസ പ്രാർത്ഥനയാണിത്. ഞാനത് പൂർണ്ണമായി വിശ്വസിക്കുന്നു. അടുത്ത ദിവസങ്ങളിൽ ഞാൻ വിശ്വസിക്കുന്നു അധികം ആൾക്കാർ പലയിടങ്ങളിൽ നിന്ന് കടന്നു വരും. പക്ഷെ അത് നമ്മളെ ബാധിക്കരുത്. നമുക്കൊറ്റ ഉദ്ദേശമേ ഉള്ളൂ, ദൈവത്തിന് പ്രവർത്തിക്കാനുള്ള ദൈവം പ്രവർത്തിക്കണം. കാരണം ചിലപ്പോൾ സമയങ്ങളിൽ നമ്മൾ മറ്റു കാര്യങ്ങളൊക്കെ ചിന്തിച്ച് നമ്മൾ ഡിസ്ട്രാക്റ്റായി പോകാൻ സാധ്യതയുണ്ട്. അത് വരരുത്. ആൾക്കാർ വന്നുകൊണ്ടിരിക്കും, ദൈവത്തിന് വേണ്ടി ഒരു ദൈവം കൊണ്ടുവരും, ദൈവ സാന്നിധ്യം ഇവിടെ വ്യാപരിക്കും. സ്തോത്രം. അതുകൊണ്ട് അത് മാത്രം നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തിക്കായി നമ്മളെ തന്നെ ഒന്നും കൂടെ സമർപ്പിക്കാമല്ലോ. സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ ഉള്ളിൽ ദൈവം കത്തിക്കുന്ന ഒരു പ്രത്യേക വിഷയം, ഞാൻ പൊതുവെ പലയിടങ്ങളിൽ എടുത്ത ഒരു വിഷയമല്ല. ഇത് ഒരു വിഷയമായി കേരളത്തിൽ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ തോന്നുന്നില്ല. ഇന്ത്യയിൽ പ്രസംഗിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ അവിടെ ഇവിടെയൊക്കെ അതിനോട് ബന്ധപ്പെട്ട കണ്ണികൾ മാത്രം പറഞ്ഞു പോയിട്ടുണ്ടെന്നാൽ ഇന്ന് രാത്രി എൻ്റെ ജീവിതത്തെ ശുശ്രൂഷയും അടുത്തൊരു പടിയിലേക്ക് മാറ്റിയ, അല്ലെങ്കിൽ ഒരു പുതിയ നിലവാരത്തിലേക്ക് മാറ്റിയ ഒരു പ്രത്യേക സത്യം നിങ്ങളുമായി ഷെയർ ചെയ്യുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. എൻ്റെ ജീവിതത്തിൽ ചില മർമ്മങ്ങൾ ദൈവം സംസാരിച്ച് ആ മർമ്മങ്ങളിൽ കൂടാണ് ദൈവം വിടുതലുകളും ശുശ്രൂഷകളും എനിക്ക് പകർന്നത്. സ്തോത്രം. വചനത്തിൽ കൂടെ ആയിരുന്നു ദൈവിക ശുശ്രൂഷ മൊത്തം വെളിപ്പെട്ടത്. ഇന്ന് രാത്രിയിൽ അതുപോലത്തെ ഒരു അന്തരീക്ഷം ഇവിടെ ഉണ്ടാകാൻ പോവുകയാണ്. സ്തോത്രം. ഞാൻ ദൈവം എന്നെ സ്പർശിച്ചു എന്ന് പറയുമ്പോൾ ഒരു വിടുതലല്ല, വിടുതൽ നടന്നു. എന്നാൽ അതിനേക്കാൾ ഉപരിയായി എൻ്റെ ജീവിതത്തിൻ്റെ നിലവാരത്തെ കംപ്ലീറ്റായി തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതം തന്നെ കംപ്ലീറ്റായി മാറിയ ചില സത്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വെക്കുവാൻ ഞാൻ താല്പര്യപ്പെടുകയാണ്. വളരെ പ്രാർത്ഥനയോടെ ശ്രദ്ധിക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടും. ഇന്ന് രാത്രിയിലത്തെ വിചിന്തനത്തിന് അടിസ്ഥാനമായി വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഇന്ന് രാത്രി ഞാൻ സംസാരിക്കും. അതിനപ്പുറം സംസാരിക്കണമെങ്കിൽ നാളെയോ ദൈവം അനുവദിക്കുകയാണെങ്കിൽ പിന്നെ എപ്പോഴെങ്കിലും സംസാരിക്കാം. ലൂക്കോസ് സുവിശേഷം 4-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം ആരെങ്കിലും മലയാളത്തിൽ വായിച്ച് സഹായിക്കണമേ എന്ന് ഞാൻ ആവശ്യപ്പെടുന്നു. ദ ബുക്ക് ഓഫ് ലൂക്ക് ചാപ്റ്റർ 4 and verse number 13, 13-ാം വാക്യം. അങ്ങനെ പിശാച് സകല പരീക്ഷയും തികച്ച ശേഷം കുറെ കാലത്തേക്ക് അവനെ വിട്ടുമാറി. അങ്ങനെ പിശാച് സകല പരീക്ഷകളും തികച്ച ശേഷം കുറെ കാലത്തേക്ക്, ഫോർ എ സീസൺ, അവനെ വിട്ടുമാറി. വേദപുസ്തകം ആഴമായി പഠിക്കുന്നവർക്ക് കാലങ്ങളും സമയം എന്നുള്ള വിഷയത്തിൽ ക്രോണോസ് ആൻഡ് കൈറോസ് എന്ന വാക്കുകളാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പറഞ്ഞ സ്ഥലത്ത് ആ വാക്കല്ല കാലത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അവിടെ കൊടുത്തിരിക്കുന്ന വാക്ക് ഇതാണ്: യേശുവിൻ്റെ ജീവിതത്തിൽ ഒരു അടുത്ത പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്ന വരെ, അല്ലെ തികയ്ക്കുന്നത് വരെ പിശാച് മാറിപ്പോയി. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. ഇന്ന് രാത്രിയിൽ ഇവിടെ കൂട്ട ദൈവപ്രവൃത്തി വെളിപ്പെടും. എനിക്ക് എൻ്റെ ഉള്ളിൽ അതുപോലെ അറിയാം. അതുകൊണ്ടാണ് അല്പശാന്തമായി അടിസ്ഥാനം വിടുന്നത്. കാര്യം ഇത് പിന്നെ നമുക്ക് പിടിച്ചാൽ നിൽക്കത്തില്ല. അതുകൊണ്ട് ആദ്യമേ ഒരു അടിസ്ഥാനം ഇട്ടിട്ട് മുന്നോട്ട് പോകാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ ഇത്രയും പതുക്കെ തുടങ്ങുന്നത്. സ്തോത്രം. യേശു കർത്താവിൻ്റെ അറ്റാക്ക് ചെയ്യാൻ വന്ന ആ പൈശാചിക ശക്തികൾ, സ്തോത്രം, അത് വെറും 1-2 ഞാൻ വിശ്വസിക്കുന്നു നരകത്തിലെ എല്ലാ വിദ്വാൻമാരും കൂടെ ഒരുമിച്ച് കൂടിയാണ് യേശുവിനെ അന്ന് ആക്രമിക്കാൻ വരുന്നത്. അങ്ങനെ എല്ലാ ശക്തികളും ആക്രമിക്കാൻ ഒരുങ്ങി വന്നെങ്കിലും ഒരു പ്രത്യേക സമയം വന്നപ്പോൾ തികച്ചു, പരീക്ഷ തീർന്നു, അവർ യേശുവിനെ വിട്ടുമാറി കുറേ കാലത്തേക്ക് സ്വസ്ഥതയോടെ യേശു ശുശ്രൂഷ തുടർന്നു. ഇന്ന് രാത്രി ദൈവം എന്നെ ഏൽപ്പിച്ച വിഷയം ഇതാണ്. സ്തോത്രം. ചില കുടുംബങ്ങളിലും ചില ദൈവമക്കളുടെ ജീവിതത്തിൽ ചിലർക്ക് ചിന്തയുണ്ട്, എന്നും ഞാൻ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം, എന്നും ഞാൻ അറ്റാക്കിലാകും. അതിന് നമ്മൾ പറ്റിയ വാക്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ടുണ്ട്. നഫ്താലി എന്നും പോർക്കളമേടുകളിൽ. സ്തോത്രം. അങ്ങനത്തെ വാക്യമൊക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. നമുക്ക് എല്ലാത്തിനും വാക്യങ്ങളുണ്ട്. സ്തോത്രം. അതുകൊണ്ട് എന്നും പ്രതികൂലത്തിൽ കൂടെ പോകുന്ന ഒരു മനോഭാവം നമ്മുടെ ഇടയിലെല്ലാം വ്യാപരിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് രാത്രിക്കാലം ദൈവം എന്നോട് പറഞ്ഞ വാക്കിതാണ്: എൻ്റെ ജനത്തോട് പറ, സ്തോത്രം, ഞാൻ അവർക്ക് സ്വസ്ഥത കൽപ്പിക്കാൻ പോകുകയാണ്.
സ്തോത്രം, 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 സ്തോത്രം. സ്വസ്ഥത കൽപ്പിക്കാൻ പോകുകയാണ്. ഈ ദൂത് പറയാനാണ് ദൈവം എന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത്. ഞാൻ അവർക്ക് സ്വസ്ഥത നൽകാൻ പോകുകയാണ്. സ്തോത്രം. എന്തിനാ സ്വസ്ഥത നൽകുന്നത്? ശ്രദ്ധിച്ച് കേൾക്കണമേ. പിശാച് ആക്രമിക്കുന്ന ഒരു സമയമുണ്ട്, പിശാച് അറ്റാക്ക് ചെയ്യുന്നൊരു സമയമുണ്ട്. പക്ഷെ എന്നും അറ്റാക്കിൽ കിടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. സ്തോത്രം. ഒന്ന് ഓർത്ത് നോക്കൂ, യേശു 40 ദിവസം പിശാചുമായി മല്ല് പിടിച്ച് ആകെ 3.5 വർഷമേ ഉള്ളൂ ഈ ഭൂമിയിൽ യേശു ശുശ്രൂഷ ചെയ്യാൻ പോകുന്നത്. സ്തോത്രം. 3.5 years ഗ്ലോറിയസ് ഇയേഴ്സ്. ഒന്ന് ഓർത്ത് നോക്കൂ, നമുക്ക് 3 വർഷമേ ശുശ്രൂഷ ചെയ്യുള്ളെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ കിടപ്പുണ്ട്. യേശുവിന് ഈ ലോകത്തിൽ ചെയ്യാൻ പോകുന്ന ഏറ്റവും ഗ്ലോറിയസ് ആയ മിനിസ്ട്രിക്ക് കൊടുത്തിരിക്കുന്ന കാലാവധി വെറും 3.5 വർഷമേ ഉള്ളൂ. സ്തോത്രം. അതിനോടകം പലതും തികയ്ക്കാനുണ്ട്. 40 ദിവസം പിശാചുമായി യുദ്ധം ചെയ്തു. ഓർത്ത് നോക്കൂ, അടുത്ത 3.5 വർഷം യുദ്ധത്തിന് പുറകെ നിന്നാൽ, സ്തോത്രം, സ്തോത്രം, പിശാചുമായി വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നാൽ, എടാ സ്തോത്രം, ഭൂതത്തെ പുറത്താക്കാൻ എവിടാ സമയം? മരിച്ചവനെ ഉയർപ്പിക്കാൻ എവിടാ സമയം? കുരുട്ടുകണ്ണുകളെ തുറക്കാൻ എവിടാ സമയം? എന്നും പിശാചുമായി മല്ല് പിടിച്ചുകൊണ്ട് ഇരിക്കേണ്ട അവസ്ഥ ഉണ്ടായേനെ. ഇന്ന് രാത്രിക്ക് വിളിച്ചു പറയട്ടെ, യേശു വന്നത് പിശാചുമായി മല്ല് പിടിക്കാനല്ല, ദൈവത്തെ പ്രവർത്തി തികയ്ക്കാനാണ്. സ്തോത്രം, സ്തോത്രം. ദൈവ മക്കളുടെ ജീവിതത്തിൽ ദൈവം സ്വസ്ഥത കൽപ്പിക്കാൻ പോകുകയാണ്. എന്തിനാ സ്വസ്ഥത കൽപ്പിക്കുന്നത്? നിന്നെ മേൽ വിളിച്ച വിളി, നിന്നെ മേൽ പറഞ്ഞ ശുശ്രൂഷ വെളിപ്പെടുത്താൻ വേണ്ടി അല്പകാലത്തേക്ക് ദൈവം സ്വസ്ഥത കൽപ്പിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ ആമേൻ പറഞ്ഞാട്ടെ. God is about to give you a season of rest. സ്തോത്രം. ഒന്നോർത്ത് നോക്കൂ, എന്നും പിശാചുമായി മല്ല് പിടിച്ചുകൊണ്ടിരുന്നാൽ, എന്നും ലൂസിഫറുമായി യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാൽ, സ്തോത്രം, സ്തോത്രം, യേശുവിന് വേറെ ശുശ്രൂഷകൾ ചെയ്യാൻ സമയം കിട്ടത്തില്ല. മരിച്ചവരെ ഉയർപ്പിക്കണം, കാനാവിൽ കല്യാണത്തിൽ വെള്ളം വീഞ്ഞാക്കണം, ശിഷ്യന്മാരെ നിയമിക്കണം, അവരെ പഠിപ്പിക്കണം. സ്തോത്രം. കാൽവറിയിൽ കയറണം, ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഇതിനൊന്നും സമയം കിട്ടത്തില്ല. ഇന്ന് രാത്രികൾ ദൈവം ഇടപെടുന്നു. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ശുശ്രൂഷകൾ, ശ്രദ്ധിച്ച് കേൾക്കണമേ. നിന്റെ ജീവിതത്തിൽ വെളിപ്പെടേണ്ട ശുശ്രൂഷകൾ വെളിപ്പെടാതിരിക്കേണ്ടതിന് വേണ്ടി എന്ന് രാവിലെ ആകുമ്പോൾ ഒരു ചെറിയ പ്രശ്നം അങ്ങോട്ടിട്ട് അതിന്റെ പുറകെ, സ്തോത്രം, പട്ടിയുടെ മുമ്പിൽ എല്ലെറിഞ്ഞു കൊടുക്കുന്ന പോലെ, ഒരു ബോൾ എറിഞ്ഞു കൊടുക്കുന്ന പോലെ പിന്നെ പട്ടി അതിന്റെ പുറകെ പൊക്കോളും. സ്തോത്രം. അങ്ങനെ എന്റെ ജീവിതത്തെ പിടിച്ചു വെച്ചിരിക്കുന്ന ചില കുടുംബങ്ങൾ ഇതിനകത്തിരിപ്പുണ്ട്. അവർക്ക് വിടുതൽ പ്രഖ്യാപിക്കാനാണ് ദൈവം എന്നെ ഇവിടെ അയച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മാത്രം ഉറക്കെ ആമേൻ പറഞ്ഞാട്ടെ. പിശാച് മാറേണ്ട സമയമായി. സ്തോത്രം, സ്തോത്രം. ശരിയാണ്, ആക്രമിക്കപ്പെടുന്ന ഒരു സമയമുണ്ട്. ശരിയാണ്, പരീക്ഷണത്തിൽ കൂടെ പോകുന്ന ഒരു സമയമുണ്ട്. ശരിയാണ്, പിശാച് ശല്യമുണ്ടാക്കുന്ന ഒരു സമയമുണ്ട്. പക്ഷെ ദൈവം പറയുന്നു, അതെന്നും തുടരാൻ പറ്റത്തില്ല. നിങ്ങൾ വായിച്ചിട്ടില്ലേ, ചില സാധനങ്ങൾ മേടിക്കുമ്പോൾ അത് എഴുതി വെച്ചിട്ടുണ്ട് എക്സ്പയറി ഡേറ്റ് എന്ന്. സ്തോത്രം. എക്സ്പയറി ഡേറ്റ് എന്ന് പറഞ്ഞാൽ അതിന്റെ അപ്പുറം അത് ഉപയോഗിക്കപ്പെടാൻ പറ്റത്തില്ല. ഇന്ന് രാത്രി വിളിച്ചു പോട്ടെ, പിശാചിന്റെ അറ്റാക്കിനും എക്സ്പയറി ഡേറ്റ് വെച്ചിട്ടാണ്. വിശ്വസിക്കുന്ന ദൈവമക്കളെ ശബ്ദം ഉയരട്ടെ. ഹല്ലേലൂയ. എന്നും പ്രതികൂലത്തിൽ കിടക്കാനല്ല, എന്നും അറ്റാക്കിൽ കിടക്കാനല്ല. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. സ്തോത്രം. എല്ലാവരും പ്രാർത്ഥന ഉണ്ടായിരിക്കണമേ. നിനക്കൊരു ശുശ്രൂഷയുണ്ട്. ബൈബിൾ പറയുന്നു, അടുത്ത വാക്യം ഒന്ന് വായിച്ചാട്ടെ. പിശാച് വിട്ടുപോയപ്പോൾ എന്താണ് സംഭവിച്ചത്? യേശു ആത്മാവിന്റെ ശക്തിയോടെ ഗലീലയിലേക്ക് മടങ്ങി വന്നു. സ്തോത്രം. ഇന്ന് രാത്രി നിന്റെ സമ്പർക്കം എന്നും പിശാചുമായിട്ടല്ല, നിന്റെ സമ്പർക്കം പരിശുദ്ധാത്മാവുമായിട്ടാണ്. ഹല്ലേലൂയ. ആത്മാവിന്റെ സാന്നിധ്യമായി നീ മടങ്ങി വരാൻ പോകുക. ചില കുടുംബങ്ങളിനകത്തുനിന്ന് പിശാചിന്റെ സാന്നിധ്യം പുറത്തു വരാൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ.
ചിലർക്കത് മനസ്സിലായെന്ന് അറിയത്തില്ല. ആമേൻ. നിന്റെ മേലൊരു ശുശ്രൂഷയുണ്ട്, നിന്റെ മേലൊരു അഭിഷേകമുണ്ട്. അതിൽ നിന്നെ മാറ്റാൻ വേണ്ടി ഓരോ ദിവസം ചെറിയ വിഷയം ഒന്നുകിൽ വ്യക്തികളുടെ രൂപത്തിൽ വരും, അല്ലെങ്കിൽ കുടുംബക്കാരുടെ രൂപത്തിൽ വരും, അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും വട്ടളകും. സ്തോത്രം. ഇളകാതിരിക്കത്തില്ല. അല്ല, അങ്ങനെ നിന്നെ അതിൻ്റെ അകത്ത് ഒതുക്കി വെച്ചിരുന്ന സാത്താന്യ കെട്ടുകൾ ഇന്ന് രാത്രി ആർക്കെങ്കിലും വിശ്വസിച്ചേറ്റെടുക്കാൻ പറ്റുമോ? ഈ രാത്രി നിന്റെ മേലെ വിളിയുണ്ട്, നിന്റെ കുടുംബത്തിന്മേൽ വിളിയുണ്ട്, നിന്റെ ശുശ്രൂഷയുണ്ട്. അതാണ് നിന്റെ വിളി. സ്തോത്രം. അല്ലാതെ പിശാചുമായി എന്നും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നല്ല. എന്താ പറ്റിയറിയുമോ? നമുക്കൊരു മനോഭാവമുണ്ട്, എന്നും യുദ്ധത്തിൽ തന്നെ കിടക്കണം. ശ്രദ്ധിച്ചു കേൾക്കണമേ. നിന്റെ മേലുള്ള വിളി മറ്റുള്ളവരുടെ വിടുതല, നിന്റെ മേലുള്ള വിളി ആമി പട്ടണത്തിന് വിടുതല, നിന്റെ മേലെ വിളി രാജ്യങ്ങളുടെ വിടുതല. ആമി ആ ഇട്ടാവട്ടത്തിൽ ശത്രു ഇടുന്ന പ്രതികൂലത്തിനകത്ത് ഒതുങ്ങി കിടക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്. ഇത് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഏറ്റെടുത്താട്ട് ദൈവം നിന്നെ പുറത്തുകൊണ്ടിരിക്കുക, നിന്റെ കുടുംബത്തെ പുറത്തുകൊണ്ടിരിക്കുക യേശുവിന്റെ നാമത്തിൽ. അടുത്ത ദിവസങ്ങളിൽ നീ തൊടുമ്പോൾ രോഗികൾ സൗഖ്യമാകണം, നീ തൊടുമ്പോൾ ഭൂതങ്ങൾ വിട്ടുപോകണം, നീ തൊടുമ്പോൾ മരിച്ചവർ ഉയർത്തുന്ന ദിവസങ്ങൾക്കുള്ളിലാണ് എൻ്റെ 2 സഹോദരന്മാരും വിശ്വാസത്തിലേക്ക് വരുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ വിളിച്ചു പറയട്ടെ, ഇന്ന് രാത്രി കാലം ഈ വാക്യം ദൈവം എന്നെ വീണ്ടും ആദ്യമായി കേരളത്തിൽ പ്രസംഗിക്കാൻ അനുവദിച്ചത്. ഇന്ന് രാത്രി ഇവിടെ ചിലരുടെ കെട്ട് ദൈവം പൊട്ടിച്ച് ആമി സ്വസ്ഥതയുടെ ഒരു കാലം. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രമേ ആമേൻ പറഞ്ഞാട്ടെ. God is about to give you a time of rest. സ്തോത്രം, സ്തോത്രം. ആമേൻ. അത് കഴിഞ്ഞു. ഞാൻ വിളിച്ചു പോട്ടെ, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലെ പ്രശ്നവുമായിട്ട് ഇരുന്നിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കത്തില്ലായിരുന്നു. അവിടെ കാണാൻ ഇരുന്നൊരു 20 ദിവസം ഉപവാസം അടുത്ത പ്രശ്നം തീരാൻ വേണ്ടി ബാംഗ്ലൂർ ഇരുന്ന് ഉപവസിച്ചുകൊണ്ടിരുന്നേനെ. സ്തോത്രം. എന്ന് ഉപവാസം പോലും വിടുതൽ കിട്ടാൻ വേണ്ടി 21 ദിവസം 40 ദിവസം ഇങ്ങനെ ഇരിക്കുക. സ്തോത്രം. അത് പിടിച്ചോണ്ട് അവിടെ ഇരുന്നേനെ. പക്ഷെ കൃപയാൽ ഇന്ന് ആ കാര്യം ഞാൻ നോക്കണ്ട. എനിക്കിന്ന് മറ്റ് രാജ്യങ്ങളിൽ പോയി സഭകൾ സ്ഥാപിക്കാം, ആ അനേകരുടെ വിടുതലിന് പ്രയോജനപ്പെടാം. ഞാൻ വിളിച്ചു പറഞ്ഞ ഒറ്റ വാക്യത്തിന്റെ ശക്തിയാണ് എൻ്റെ ജീവിതത്തെ തിരിച്ചു മാറ്റിയത്. സ്തോത്രം. ആദ്യമായിട്ടാണ് ഇത് പ്രസംഗിക്കാൻ ദൈവം എനിക്ക് അനുവാദം തരുന്നത് ഇന്ത്യയിൽ. സ്തോത്രം. ഞാൻ വിളിച്ചു പറയട്ടെ, ചില കുടുംബങ്ങളുടെ അകത്തുനിന്ന് ചില ശുശ്രൂഷയ്ക്ക് വേണ്ടി വിളിക്കപ്പെട്ടവരുടെ ജീവിതത്തിൽ നിന്ന് ഇതാ പിശാച് കുറെ കാലത്തേക്ക് നിങ്ങളുടെ വാക്യമായി എടുത്തെടുക്കുക, വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. യെസ്, വിശ്വാസത്തോടെ ഏറ്റെടുക്കുക. അടുത്ത ദിവസങ്ങളിൽ പിശാചുമായുള്ള യുദ്ധമല്ല, ശുശ്രൂഷ വെളിപ്പെടാൻ പോകുക, അഭിഷേകം വെളിപ്പെടാൻ പോകുക. ഞാൻ വിളിച്ചു പോട്ടെ, ഫൈനാൻഷ്യലായി ഒത്തിരി സ്ട്രഗിൾ ചെയ്ത വ്യക്തിയാണ് ഞാൻ. ഒരു മാസം 1 രൂപ പോക്കറ്റിലിട്ടോണ്ട് എന്ന് ഓർക്കുന്നുണ്ട്. എൻ്റെ സഹോദരൻ ഷിബു ആണ് എൻ്റെ പെട്രോൾ അടിക്കുന്ന വണ്ടിയിൽ ഞങ്ങൾ യാത്ര ചെയ്യും. 1 രൂപ. കാരണം ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ പോക്കറ്റ് ഒരിക്കലും കാലിയായി കിടക്കരുത്. 1 രൂപ. ആ പോക്കറ്റ് 1 രൂപ ചുരുണ്ട് വല്ലാതായിപ്പോയി. സ്തോത്രം. എന്നാൽ അത് വെച്ചോണ്ട് 1 മാസത്തോളം നടന്നു. ഞാൻ പറയട്ടെ, സ്തോത്രം, ഈ വാക്യം ഉള്ളിൽ വന്നപ്പോൾ കർത്താവേ, ഞാൻ എന്നും ഫൈനാൻസിന് വേണ്ടി കാത്തിരുന്ന അടുത്ത ഒരു സ്തോത്രം, വാടക കെട്ടണമെങ്കിൽ ഇരുന്ന് ഉപവസിക്കണം, അതിൻ്റെ പുറകെ ഇരിക്കണോ? സ്തോത്രം, സ്തോത്രം. ആമേൻ. ദൈവം പറഞ്ഞ വിളിക്ക് വേണ്ടി എന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്തോത്രം. അനുഭവത്തിൽ നിന്ന് രാത്രി വിളിച്ചു പറയുന്നത്. ആമേൻ. ദൈവം എന്നെ പറഞ്ഞു, യേശുവിന് അത് ലഭിക്കാമെങ്കിൽ നിനക്കും ലഭിക്കാൻ അവകാശമുണ്ട്. സ്തോത്രം. ഈ വാക്യം പറഞ്ഞ ഇന്ന് ഒത്തിരി സാമ്പത്തികമായിട്ട് എന്താ പറഞ്ഞ ബാങ്ക് ബാലൻസ് ഒന്നും ഇല്ലെങ്കിലും ഓൾ മൈ നീഡ്സ്, എൻ്റെ സകല ആവശ്യങ്ങളും ഇറ്റ്സ് മെറ്റ്.
ഒരു കുഴപ്പവുമില്ലാതെ ദൈവം കരുതുന്നു. സ്തോത്രം. എനിക്ക് ഇന്ന് ദൈവനാമത്തിന്റെ കാര്യങ്ങൾക്ക് ഓടാൻ ഒരു കുഴപ്പം, ഇതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ട. എനിക്ക് എൻ്റെ പണി ചെയ്തുകൊണ്ടിരിക്കാം. സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാത്രിക്കാലം ഞാൻ വിളിച്ചു പറയട്ടെ, ചിലരെ ചില വിഷയങ്ങളിട്ട് അവിടെ വിളിയിൽ നിന്ന് മാറ്റിയെടുത്ത ചില കെട്ടുകൾ ഇന്ന് രാത്രി ഇത് എനിക്കുള്ള ദൂതാന്ന് സ്വീകരിക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോടെ സ്വീകരിച്ചോ. നിന്റെ മേലെ വിളിയുണ്ട്, അതിലേക്ക് ദൈവം നിന്നെ മടക്കി വരുത്തുകയാണ്. സ്തോത്രം. ഒരാൾക്ക് കൈ കൊടുത്ത് പറഞ്ഞാട്ടെ, അദ്ദേഹം എന്നെ കുറിച്ചാണ് തോന്നി പറയുന്നത്. സ്തോത്രം. ഐ തിങ്ക് സ്പീക്കിംഗ് അബൌട്ട് മീ. എന്നെ കുറിച്ചാണ് തോന്നുന്നു പറയുന്നത്, എന്റെ കുടുംബത്തെ കുറിച്ചാണ് തോന്നുന്നു പറയുന്നത്. ഇന്ന് രാത്രി എന്നും കണ്ണുനീരല്ല, എന്നും പ്രശ്നത്തിൽ കിടക്കാനല്ല, നീ ഉപവസിക്കാൻ പോകുന്ന പ്രശ്നം തീരാനല്ല. അങ്ങനെയാണ് അതിനെ സമയം കാണത്തുള്ളൂ. ഇന്ന് രാത്രി ഇന്ത്യയുടെ ഉണർവിന് വേണ്ടി, ആയിരങ്ങളുടെ വിടുതലിന് വേണ്ടി ദൈവം നിന്നെ വിളിച്ചിരിക്കുക. ഇതിനകത്ത് ആരാണ് ദൂതാണ് ദൈവം അറിയിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വസിച്ചേറ്റ ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. മുന്നോട്ട് പോകട്ടെ. സ്തോത്രം. ഞാൻ സഭാ ശുശ്രൂഷ ആരംഭിച്ചു. ഒരു കൊച്ചു സഭയ്ക്കകത്ത് കാനഡയിൽ സഭാ പാസ്റ്ററിന്റെ ബുദ്ധിമുട്ട് എന്തുവാന്ന് മനസ്സിലാക്കി തരുവാൻ, പഠിപ്പിച്ചെടുക്കുവാൻ ദൈവം ഉപയോഗിച്ച സമയം. ഇന്ത്യയിൽ 20,000-10,000 പേരുടെ പ്രസംഗിച്ചുകൊണ്ട് ഞാൻ കാനഡയിൽ 10 പേരുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യാൻ നിൽക്കുകയാണ്. അതും 10 വിദ്വാൻമാർ എന്ന് വിളിക്കാം. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അങ്ങയുടെ ഇടയിൽ ദൈവനാക്കിയ സമയം. എന്നുമുള്ള വിളി ലോക രാജ്യങ്ങളിലേക്ക് ഞാൻ നിന്റെ മിനിസ്ട്രിയെ പടർത്തും. ഇതൊക്കെ വിളിയുണ്ട്. പക്ഷേ പിശാച് കുറേ നാളത്തേക്ക്, ദൈവം അത് അനുവദിച്ചാൽ ഞാൻ വിശ്വസിക്കുന്നു. സ്തോത്രം. കുറേ നാളത്തേക്ക് എല്ലാ ആഴ്ചയിലും ഒരച്ചായനെങ്കിലും ഇളകും. സ്വത്രം. അപ്പൊ ഞാൻ ഈ അച്ചായനെ സമാധാനപ്പെടുത്തി ഒരു മാസം ഞാൻ ഒരു കാര്യം പഠിച്ചു എൻ്റെ മിനിസ്ട്രിയിൽ. ചിലർ എത്ര ഞാൻ പോയിട്ട് ഒരാള് ചർച്ചിൽ നിന്ന് വിട്ടുപോകാൻ തുടങ്ങിയപ്പോൾ അയാളെ പോയി പുല്ല് വരെ വെട്ടിക്കൊടുത്തു. ഈ പാസ്റ്ററായി ഞാൻ സ്വത്രം. അയാൾ പുല്ലും വെട്ടി അയാളെ സ്ഥലവും വിട്ടു. സ്വത്രം. നമ്മൾ എന്ത് ചെയ്തു കൊടുത്താലും പോകേണ്ടിവൻ പോകും. ഞാൻ പഠിച്ച അവനെ പോയി സ്തോത്രം, സഹോദര പോകരുത്, കാലെ പിടിച്ച ഞാൻ പറയുന്നു. സ്തോത്രം. എന്തും പോകുന്നത്. സ്തോത്രം. ഒരു ചാക്കോച്ചാൻ എടുത്തു 6 മാസം. പറയുന്നില്ലോ, ചാക്കോച്ചന്മാരുണ്ട്, ക്ഷമിക്കണം പ്ലീസ്. ഹല്ലേലൂയ. അല്ലെങ്കിൽ ഒരു ജോണച്ചാൻ എടുത്തു അടുത്ത 6 മാസം. ഈ ചാക്കോച്ചാൻ തീരാൻ നിൽക്കുകയാണ് ജോണച്ചാൻ പൊങ്ങി വരാൻ. സ്വത്രം. അങ്ങനെ 6 മാസം ഇൻസ്റ്റാൾമെന്റ് പോലെ ഓരോരുത്തർ നിന്റെ സമയം വലിച്ചെടുത്തോണ്ടിരിക്കുക. നീ അതിന്റെ പുറകെ നിൽക്കുക, രാജ്യങ്ങൾ നിനക്കായി കാത്തിരിക്കുമ്പോൾ. ഇന്ന് രാത്രി കുറെ കാലത്തേക്ക് പിശാച് വിട്ടുമാറാൻ പോകുകയാണ്. ഇതിനാരും മനസ്സിലാക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവർ മാത്രമേ ആമീൻ പറഞ്ഞാട്ടെ. God is going to bring you out. ശ്രദ്ധിച്ചു കേൾക്കണമേ. എൻ്റെ ജീവിതത്തെ ഞാൻ യാത്രകൾ ചെറുതായിട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷെ പ്ലെയിനെ കയറി എൻ്റെ കാനഡ വിടുമ്പോൾ സഭ പതുക്കെ വളരാൻ തുടങ്ങി. സഭയ്ക്കകത്തെ പ്രശ്നങ്ങൾ കുറച്ച് മാറാൻ തുടങ്ങി. ഞാൻ കാനഡ വിടുമ്പോൾ നെഞ്ചെടുപ്പ് കൂടും, പ്രഷർ വർദ്ധിക്കും. എന്താ കാര്യം? തിരിച്ചു വരുമ്പോൾ ചർച്ച അവിടെ കാണുമോ? സ്തോത്രം. ഇന്ന അച്ചായനോട് വല്ലതും പറഞ്ഞു വല്ലതും പ്രശ്നം ഉണ്ടായി കാണുമോ? സഭയ്ക്കകത്ത് വല്ല അലോകലം ഉണ്ടായി കാണുമോ? ഇതൊക്കെ ചിന്ത. സ്തോത്രം. തിരിച്ചു വരുമ്പോൾ നെഞ്ചെടുപ്പ്. ഇങ്ങനെ ചില ഫോൺ അടിക്കുമ്പോൾ ഈ മരണവാർത്ത കാത്തിരിക്കുന്ന ആളിനെ പോലെ സ്തോത്രം പേടിച്ച ഫോൺ എടുക്കുന്നത്. ഒരു ദിവസം ഇന്ന് ഓർക്കുന്നുണ്ട്. ഐ സ്റ്റിൽ റിമെമ്പർ ദാറ്റ്. സ്തോത്രം. ഞാൻ ലോകത്തിൽ ശക്തമായി ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മനുഷ്യൻ, റൂസ്വെൽറ്റ് മൂറിയൽ. ലോകത്ത് 4 സ്ഥലങ്ങളാണ് വിത്ത് എവിഡൻസ് ഉണർവ് നടന്ന പട്ടണങ്ങൾ എന്നറിയപ്പെടുന്നത്. അതിലൊന്നായിരുന്നു കാലി കൊളംബിയ. നടന്ന ഉണർവെന്ന് പറഞ്ഞാൽ സ്തോത്രം ഡ്രഗ് ലോഡ്സിന്റെ ക്യാപിറ്റൽ, മയക്കുമരുന്നിന്റെ ക്യാപിറ്റൽ ആയിരുന്നു കാലി കൊളംബിയ. എന്നാൽ ദൈവിക സാന്നിധ്യം അവിടെ ഇറങ്ങി.
ദൈവമക്കൾ പ്രാർത്ഥിച്ച് കുറെ നാൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അവിടെ പ്രേവാക്ക് എന്നൊക്കെ പറഞ്ഞാൽ രസകരമാ. സ്തോത്രം. അവർ ചെയ്ത പരിപാടി എന്തറിയാമോ? ഹെലികോപ്റ്റർ റെന്റ് ചെയ്ത് ഒരു വലിയ ജാറിൻ്റെ അകത്ത് എണ്ണ നിറച്ച് ആകാശത്തിൽ കൂടെ പറന്ന് പട്ടണം മൊത്തം എണ്ണ ഒഴിച്ചു. സ്വോത്രം. അങ്ങനത്തെ ഒക്കെ കാര്യം ഇവിടെ ചെയ്താൽ എന്ത് പ്രശ്നം ഉണ്ടാവും ഓർത്ത് നോക്കിയേ. ഹല്ലേലൂയ. നടന്നു പോകാൻ സമയമില്ലാത്തതുകൊണ്ട് അവർ ആകാശത്തിൽ കൂടെ പോയി എണ്ണ ഒഴിച്ചു ദേശം മൊത്തം. വിശ്വാസത്തിന്റെ പ്രവചനമായിട്ട് അവർ വിളിച്ചു പറഞ്ഞു, ഈ സ്ഥലം യേശുവിനുള്ളതാണ്, ഈ സ്ഥലം യേശുവിനുള്ളതാണ്. എന്തോ രാജ്യങ്ങളെ തൊടുന്ന ഒരു വിടുതലും ശുശ്രൂഷയും ഇതിനകത്തുനിന്ന് മുളച്ചു വരാൻ പോകുകയാണ്. എന്റെ ഉള്ളം പറയുന്നു, get ready. Something mighty is about to happen. അവിടെ ഉണർവ് പൊട്ടിപ്പുറപ്പെട്ടപ്പോൾ ഏതാണ്ട് 15 ദിവസത്തോളം പോലീസ് സ്റ്റേഷനിൽ പോലീസുകാർക്ക് ജോലിയില്ല. ജയിലുകൾ ഒഴിവാകാൻ തുടങ്ങി. 65,000 വിശ്വാസികൾ സ്റ്റേഡിയത്തിൽ കൂടി. മീറ്റിങ്ങിന് ആരാധിക്കാൻ മുൻപിൽ നിന്ന് ഡാൻസ് ചെയ്യാൻ വന്നിരിക്കുന്നത് സ്ഥലത്തെ മേയറാണ്. 65,000 പേര് ഗ്രൗണ്ടിന്റെ അകത്തു നടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ 15,000 പേർക്ക് പുറത്ത് മാത്രമേ സ്ഥലം കിട്ടിയുള്ളൂ. ഗ്രൗണ്ടിൽ കയറാൻ സ്ഥലം കിട്ടി. അവർ ചെയ്ത പരിപാടി എന്നറിയാമോ? അവർ 15,000 പേര് പുറത്ത് നടന്ന് പ്രാർത്ഥിച്ചു. സ്വത്രം. എന്നിട്ടും ആരും വീട്ടിൽ തിരിച്ചു പോകുന്നില്ല. അതുപോലത്തെ ഉണർവ് അവിടെ ഉണ്ടായി. അതിന് ദൈവം ഉപയോഗിച്ച മനുഷ്യനായിരുന്നു റൂസ്വെൽറ്റ് മൂറിയൻ. ആ മനുഷ്യൻ സ്തോത്രം ഇംഗ്ലീഷ് അങ്ങനെ സംസാരിക്കത്തില്ല. ഞങ്ങളുടെ ചർച്ചിൽ പ്രസംഗിക്കാൻ വന്ന സമയം സ്തോത്രം പാസ്റ്റർമാരുടെ പാസ്റ്ററാണ് അദ്ദേഹം. കൊളംബിയ എന്ന രാജ്യത്തിന് മൊത്തം പാസ്റ്റർമാരുടെ അസോസിയേഷന്റെ പ്രസിഡന്റാണ് അദ്ദേഹം. അദ്ദേഹം ഒരിക്കൽ എൻ്റെ കൂടെ ആഹാരം കഴിക്കാൻ ഇരിക്കുകയാണ്. ഞാൻ എൻ്റെ കോ പാസ്റ്ററുമായിട്ട് ഇരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ മോനോട് നോക്കിയിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെയോട് ചില കാര്യങ്ങൾ പറയാൻ പോകുക, ഒട്ടും വ്യത്യാസം കൂടാതെ അങ്ങ് പറഞ്ഞേക്കണം. അയാളുടെ മുഖത്തിന്റെ ഭാവം മാറാൻ തുടങ്ങി. എൻ്റെ ഉള്ളിൽ ഒരു വിറയൽ ആരംഭിച്ചു. സ്തോത്രം. ഞാൻ അറിയാവുന്ന പാവങ്ങളെല്ലാം ആ സമയം കൊണ്ട് ഏറ്റു പറഞ്ഞു. സ്വോത്രം. കർത്താവിനോട് പുതിയ ഉടമ്പടികൾ ചെയ്തു. അയാൾ പറഞ്ഞു, ഞാൻ പറയുന്ന ഒറ്റ വാക്ക് പോലും തിരുത്തരുത്, അതുപോലെ പറഞ്ഞേക്കാൻ പറഞ്ഞു. എനിക്കുള്ള വിഷമം എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്കാണ്, കുഴപ്പമില്ല. എൻ്റെ അസോസിയേറ്റ് പാസ്റ്ററിന് മുമ്പിൽ വെച്ചാണ് ഇത് സംഭവിക്കാൻ പോകുന്നത്. സ്വോത്രം. ദൈവത്തിന് ഓരോരുത്തരെ പഠിപ്പിച്ചെടുക്കാനുള്ള പരിപാടികൾ. എനിവേ ഇയാൾ അങ്ങോട്ട് തുടങ്ങിയിട്ട് പറഞ്ഞു, മുഖത്ത് നോക്കിയിട്ട് ട്രാൻസ്ലേഷൻ മോനാ പറഞ്ഞ വാക്ക് ഇതാണ്. ആദ്യത്തെ വാക്ക് ഓർക്കുന്നുണ്ട്, യു ഹാവ് എ പ്രോബ്ലം. നിനക്കൊരു കുഴപ്പമുണ്ട്. ഞാൻ ചിന്തിച്ചപ്പോൾ കുഴപ്പമേ ഉള്ളൂ. സ്വോത്രം എന്ന് പറഞ്ഞ വാക്കിതാണ്, നീ എപ്പോ യാത്ര ചെയ്യുമ്പോഴും പേടിച്ച് വിറച്ച നീ സഭയിലേക്ക് തിരിച്ചു വരുന്നത്. ഞാൻ നിന്റെ മേൽ വിളിച്ച വിളി ഒരു അപ്പോസ്തലന്റെ വിളിയാണ്. അടുത്ത വാക്കിതായിരുന്നു, ഇനി മേലാൽ ഭയത്തോട് നീ തിരിച്ചു വരത്തില്ല. ഈ സഭ വിട്ടു പോകുമ്പോൾ സ്തോത്രം നീ പേടിച്ചു പോകത്തില്ല. കാരണം സഭ നിന്റേതല്ല, എന്റേതാ. നീ തിരിച്ചു വരുമ്പോൾ നീ പോയതിനേക്കാളും വളർച്ച സഭയ്ക്കകത്ത് കാണും. സ്വോത്രം. ഞാൻ വിളിച്ചു പറയട്ടെ, ആ ഒറ്റ വാക്ക് മതിയായിരുന്നു എൻ്റെ ജീവിതത്തെ സ്വസ്ഥത ആക്കാൻ. സ്തോത്രം. ഇന്ന് ഞാൻ 2-3 ദിവസത്തേക്ക് വേണ്ടി രാജ്യങ്ങളിൽ യാത്ര ചെയ്യുന്നു. തിരിച്ചു ചെല്ലുമ്പോൾ കൃപയാൽ ഒരു കുഴപ്പവുമില്ല. എൻ്റെ അസോസിയേറ്റ് പാസ്റ്റർ എന്ന് പറഞ്ഞാൽ സ്തോത്രം ഒരു സായിപ്പാണ്. ഇമ്മീഡിയറ്റ് അസോസിയേറ്റ് പാസ്റ്റർ. 4 അസോസിയേറ്റ് പാസ്റ്റേഴ്സ് ഉണ്ട്. ഇദ്ദേഹം പുസ്തകങ്ങൾ ബൈബിൾ കോളേജ് എഴുതുന്ന മനുഷ്യനാണ്. തിയോളജിയിലെ പ്രസിഡന്റും ബൈബിൾ കോളേജ് പ്രസിഡന്റും മറ്റായ മനുഷ്യൻ. മാരാമൻ കൺവെൻഷന് വർഷങ്ങൾക്ക് മുമ്പ് പ്രസംഗിക്കാൻ വന്ന ആ മനുഷ്യൻ. സ്തോത്രം. ഞാൻ തിരിച്ചു ചെല്ലുമ്പോൾ അദ്ദേഹം പ്രസംഗിച്ച പ്രസംഗം ടൈപ്പ് ചെയ്ത് എൻ്റെ കൈ കൊണ്ടു തരും. അതിൽ വല്ല തെറ്റുണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ. സ്തോത്രം. എത്ര പാസ്റ്റർമാർക്ക് ആ ഭാഗ്യം. പോയിട്ട് തിരിച്ചു വരുമ്പോൾ അസോസിയേറ്റ് പാസ്റ്റർ പ്രസംഗിച്ച വിഷയം പോലും ടൈപ്പ് ചെയ്ത് കൊണ്ട് തരിക. സ്വോത്രം. ഞാൻ വിളിച്ചു പറയട്ടെ, സ്വസ്ഥ ദൈവം നൽകിയത് കൊണ്ട് ഇന്ന് ഞാൻ ഇവിടെ നിൽക്കാൻ കാര്യം ആ സ്വസ്ഥ ദൈവം നൽകിയത് കൊണ്ടാണ്. ഇന്ന് വളരെ വിളിച്ചു പറയട്ടെ, ദൈവം എന്നോട് പറഞ്ഞ വാക്കിതാണ്, ചില കുടുംബങ്ങളിലും ചില വ്യക്തികളുടെ ജീവിതത്തിലും ദൈവ സ്വസ്ഥതയുടെ ഒരു കാലം കൽപ്പിച്ചാക്കാൻ പോകുകയാണ്. അത് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി നിങ്ങൾ വ്യക്തിപരമായി ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചാട്ട് സ്വസ്ഥതയുടെ ഒരു കാലം ദൈവം കൽപ്പിച്ചാക്കാൻ പോകുകയാണ്. ഓ
അനുഭവത്തിൽ നിന്നാണ് വിളിച്ചു പറയുന്നത്. അതുകൊണ്ട് കൃപയാൽ ഇന്ന് രാജ്യങ്ങളിൽ യാത്ര ചെയ്യുവാൻ ഏകദേശം 1000-ഓളം സഭകൾ, സ്തോത്രം, 20ഓളം രാജ്യങ്ങളിൽ ദൈവം ഓൾറെഡി നൽകി കഴിഞ്ഞു. സ്തോത്രം. ദൈവത്തിന്റെ വിശ്വസ്തത. ഞാൻ ദൈവമക്കൾ ചോദിക്കുക, എന്നും നിങ്ങളുടെ പ്രശ്നത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് അവിടെ ഇരിക്കുന്നു, അതോ ഇന്ന് രാത്രി യേശു പരിശുദ്ധമായ ശക്തിയോടെ മടങ്ങി വന്നതുപോലെ നീ പുറത്തു വരാൻ തയ്യാറാണോ? ഇത് ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സ്തോത്രം പറഞ്ഞ് സ്വീകരിച്ചാട്ട്. In the name of Jesus, യേശുവിന്റെ നാമത്തില് സ്തോത്രം, സ്തോത്രം. മുഖത്ത് സന്തോഷത്തോട് പറ, ദൈവം എനിക്ക് സ്വസ്ഥത തരാൻ പോകുകയാണ്. ഒന്ന് പറഞ്ഞാട്ടെ. ഞാൻ യഥാർത്ഥത്തിൽ മൂലഭാഷ അത് പോയി പഠിച്ചു. സ്വസ്ഥത കൊടുത്തിരിക്കുന്ന മൂലവാക്കെന്തറിയാമോ? തറയിൽ നിൽക്കാൻ സമയം കിട്ടിയത്. സ്വത്രം, സ്വത്രം. ചില പറഞ്ഞു കേട്ടിട്ടില്ലയോ, ഒന്ന് നിന്നിട്ട് വേണ്ടേ പാസ്റ്റർ, ഒന്ന് നിന്നിട്ട് വേണ്ടേ ഇതൊക്കെ ചെയ്യാന്? നിൽക്കാൻ പോലും ഇവിടെ സമയമില്ല. എന്ത് മലയാളത്തിൽ വാക്കുണ്ടല്ലോ, തറയിലൊന്ന് നിന്നിട്ട് അഭ്യാസം. അതിന് പോലും നിൽക്കാൻ പോലും പിശാച് അനുവദിക്കുന്നില്ല. സ്തോത്രം. ഇന്ന് രാത്രി ദൈവം പറയാ, ദൈവം നിനക്ക് സ്വസ്ഥത തരും ദിവസങ്ങളാണ്. 2011-ൽ 2010-ൽ കണ്ട ചില ശത്രു ശക്തികൾ വിട്ടുമാറിയിരിക്കുമെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുക. മൂവിംഗ്. നിന്റെ മേൽ വലിയ വിളിയുണ്ട്, ഒരു വലിയ വിളിയുണ്ട്, ഒരു വലിയ വിളിയുണ്ട്. ഇന്ന് രാത്രി സ്വസ്ഥതയിലേക്ക് ദൈവത്തിനെ കടത്താൻ പോകുകയാണ്. യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. അതിനർത്ഥം പ്രതികൂലങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരത്തില്ലെന്നല്ല. ഇടയ്ക്കിടയ്ക്ക് ചില വിഷയങ്ങൾ വരാറുണ്ട്. പക്ഷെ ആ പ്രതികൂലത്തിന്റെ കാലാവസ്ഥ ദൈവം മാറ്റിക്കഴിഞ്ഞു. സ്തോത്രം. ഇന്ന് രാത്രി ഞാൻ വേദപുസ്തകത്തിൽ ചിലർ എടുക്കാൻ പോകുകയാണ്. ദൈവ സ്വസ്ഥ കൊടുത്ത വ്യക്തികൾ ഒന്ന് വായിച്ചാട്ടെ. 2 ശമൂവേലിന്റെ പുസ്തകം 7-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം പ്ലീസ് ആരെങ്കിലും വായിച്ചാട്ടെ. 2 ശമൂവേൽ 7:1. യഹോവ ചുറ്റുമുള്ള സകല ശത്രുക്കളെയും അടക്കി. എല്ലാരും എന്ന് പറഞ്ഞ സകല ശത്രുക്കൾ, സകല അല്ല, സകല ശത്രുക്കൾ, സകല ശത്രുക്കളെയും അടക്കി രാജാവിന് സ്വസ്ഥത നൽകിയ ശേഷം രാജാവ് തന്റെ അരമനയിൽ വസിക്കും കാലത്ത് ഒരിക്കൽ രാജാവ് നാഥാൻ പ്രവാചകനോട്, ഇതാ ഞാൻ ദേവദാരു കൊണ്ടുള്ളൊരു അരമനയിൽ വസിക്കുന്നു, ദൈവത്തിന്റെ പെട്ടകമോ തിരശ്ശീലയ്ക്ക് അകത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. നാഥാൻ രാജാവിനോട്, നീ ചെന്ന് നിന്റെ മനസ്സിലുള്ളതൊക്കെയും ചെയ്തു കൊള്ളുക. ശ്രദ്ധിക്കണമേ, ദാവീദിനെ പോലെ പ്രശ്നത്തിൽ കൂടെ കടന്നുപോയൊരു മനുഷ്യൻ ഈ ഉലകത്തിലുണ്ടോ എന്ന് എനിക്ക് തോന്നുന്നില്ല ഒരളവിൽ. സ്തോത്രം. ഒരു സാധാരണ പയ്യനായിരുന്നു, സാധാരണ പയ്യൻ, ഒരു കുഴപ്പമില്ലാത്തൊരു പയ്യൻ. ഒരു ദിവസം കൊണ്ട് ജീവിതം തകിടം മറിഞ്ഞു. എന്നറിയാമോ? ആ ശമൂവേൽ വന്ന് എണ്ണ ഒഴിച്ചപ്പം തൊട്ട്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അന്ന് വരെ ഇല്ലാത്ത ഇളക്കങ്ങൾ ആരംഭിച്ചു. കരടിയൊക്കെ ഇപ്പൊ ഇങ്ങോട്ടാ വരുന്നത്. സ്തോത്രം. ഞാൻ വിളിച്ചു പോട്ടെ, ഒരു കരടി ആക്രമണം എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കുന്നതിനപ്പുറം മാനസിക ട്രോമയാണത്. ട്രോമ. എനിക്ക് 15 വർഷം മുമ്പ് ഒരു പട്ടി കടിച്ചതിന് ഇന്നും പട്ടിയോട് സ്വത്രം സ്വത്രം ഇപ്പോഴും പട്ടി കാണുമ്പോൾ ഒരു വല്ലാത്ത വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അപ്പോൾ നോർത്ത് നോക്കുക, ഒരു കരടിയുടെ കടിയും ബഹളവും കഴിഞ്ഞിട്ട് നിൽക്കുമ്പോഴാ ഒന്ന് ശ്വാസം വിട്ടപ്പോൾ അതേണ്ട് വരുന്നു അടുത്ത സിംഹം. സ്തോത്രം. നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്? ഒരു ബർത്ത്ഡേ പാർട്ടിക്ക് സ്തോത്രം വിളിക്കുമ്പോൾ സാധാരണ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ ടു യു, കേക്ക് കട്ട് ചെയ്തു, ബലൂൺ പൊട്ടിച്ചു, ഇതൊക്കെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പക്ഷെ ദാവീദിനെ ബർത്ത്ഡേ പാർട്ടിക്ക് വിളിക്കുന്ന രാജാവ് ബർത്ത്ഡേ പാർട്ടിക്ക് നിൽക്കുമ്പോഴാണ് പുള്ളിക്ക് പെട്ടെന്ന് വട്ടളകുന്നത്. ഒരു കുന്തം എടുത്ത് ഒറ്റ ഏറാം. സ്വത്രം, 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 സ്വത്രം. അങ്ങനത്തെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയാലും ഉണ്ടോ കുന്തം ബർത്ത്ഡേ പാർട്ടി? സ്വത്രം. എത്ര പേർ കിട്ടിയിട്ടുണ്ട് അനുഭവം? ആമീൻ. സ്വന്തം ഭാര്യ അങ്ങയുടെ രൂപം ഉണ്ടാക്കി കട്ടില ഇട്ടിട്ട് അങ്ങനെ രക്ഷിച്ച സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു ദാവീദ് ജീവിതം. പോട്ട് ഒരു ദിവസം രാജാവ് കഴിയുമ്പോൾ മോൻ ഇളകും. അപ്പുറത്തെ രാജാവ് ഇളകും. ഒരു ദിവസം വായിക്കൂടെ പൊട്ടനെ പ്രാന്തനെ പോലെ തുപ്പൽ ഒലിപ്പിച്ച് ഇറങ്ങേണ്ട സമയം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ എന്നും പ്രതികൂലത്തിൽ കടന്ന ദാവീദേ, നിന്റെ ജീവിതത്തിലും സകല ശത്രുക്കളുടെ ഇടയിൽ നിന്ന് ദൈവം നിനക്ക് സ്വസ്ഥ നൽകുന്ന സമയമുണ്ട്. ഈ രാത്രി
എന്റെ അവസ്ഥയ്ക്ക് മാറ്റം ഉണ്ടാകത്തില്ലയോ എന്ന് ചോദിക്കുന്ന ദൈവമക്കളോട് ദൈവം പറയുന്നു, നിന്റെ പ്രതികൂലത്തിന്റെ കണ്ണി ഇന്ന് രാത്രി ദൈവം പൊട്ടിക്കാൻ പോകുകയാണ്. വിശ്വാസി ദൈവമക്കൾ മാത്രം ഉറക്കെ ആമേൻ പറഞ്ഞിട്ട് God is about to break it. Something mighty is about to happen എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ദൈവ സാന്നിധ്യം അനുഭവിക്കുന്നു. ദൈവത്തെ ആത്മാ ശക്തമായി പറയുക, എന്റെ ദൈവം പഠിപ്പിച്ചൊരു കാര്യമുണ്ട്. അനുഗ്രഹവും പ്രതികൂലവും ചക്രം പോലാണ്. ഒരു പ്രതികൂലം വന്നാൽ തൊട്ട് പുറകെ അടുത്ത പൊങ്ങി വരും. സ്തോത്രം. ഇത് അനുഭവിച്ച ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ആമീൻ പറഞ്ഞാട്ടെ. സ്തോത്രം. ഒന്ന് കഴിയുമ്പോൾ അടുത്ത പൊങ്ങി വരും. ദാവീദിന്റെ ജീവിതം പ്രതികൂലത്തിന് ചക്രമായിരുന്നു. പക്ഷെ ഒരു ദിവസം ദൈവം ആ ചക്രം ഒന്ന് പൊട്ടിച്ചു. സ്തോത്രം. എന്നിട്ട് പുതിയ ചക്രം ആരംഭിച്ചു. വിടുതലിന്റെയും അഭിഷേകത്തിന്റെയും ചക്രം ഈ രാത്രികാലം ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഒരു ആമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ചക്രം ദൈവം പൊട്ടിക്കാൻ പോകുക. ചക്രം പൊട്ടിച്ചപ്പോൾ എന്ത് സംഭവിച്ചറിയാമോ? ഒരു ദിവസം ദാവീദിനെ കണ്ടിട്ട് യഹൂദ ഗ്രഹം പറയുക, ഞങ്ങൾക്ക് നീ രാജാവായിരിക്കണം. അത് പറഞ്ഞ് തീരുന്നതിന് മുമ്പ് ഇസ്രായേൽ ഗ്രഹം വന്ന് പറയുക, ഞങ്ങൾക്ക് നീ രാജാവാകണം. ഒന്നിന്റെ പുറകെ ഒന്ന് അനുഗ്രഹങ്ങൾ വ്യാപരിക്കാൻ തുടങ്ങി. മാത്രമല്ല സകല ശത്രുക്കളെയും ദൈവം അടക്കി രാജാവിന് സ്വസ്ഥത കൊടുത്തപ്പോൾ രാജാവ് പറഞ്ഞൊരു വാക്കുണ്ട്, എനിക്ക് ദൈവത്തിന്റെ ആലയം പണിയണം. ഇന്ന് രാത്രി ദൈവം എന്തിനാ സ്വസ്ഥത നൽകുന്നത്? ദൈവത്തിന് ആലയം പണിയുവാൻ. ഈ രാത്രി എല്ലാവർക്കുമല്ല, എന്റെ ജീവിതത്തിൽ സ്വസ്ഥത നൽകുമ്പോൾ ഞാൻ കർത്താവിന് വേണ്ടി ഓടുമെന്ന്, യേശുവിന് വേണ്ടി പ്രവർത്തിക്കുമെന്ന് തീരുമാനിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ഏറ്റെടുത്തോ. വിടുതൽ വ്യാപരിക്കാൻ ദൈവദാസന്മാരോടും ദൈവം ദൂതറിയിച്ചോണ്ടിരിക്കുക, രാജ്യങ്ങളിൽ പടരുന്ന എന്റെ ആലയം പണിയുവാൻ ഞാൻ നിനക്ക് സ്വസ്ഥത നൽകാൻ പോകുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവദാസന്മാരുണ്ടെങ്കിൽ ശക്തിയോടെ ഏറ്റെടുത്തോ. സ്വസ്ഥത ദൈവം നൽകുന്ന ദിവസം. തറേ നിന്നിട്ട് വേണ്ടേ എന്ന് ചോദിക്കുന്ന വ്യക്തികളോട് ദൈവം പറയുന്നു, ദൈവം നിർത്താൻ പോകുകയാണ്. ഇവിടെ ആരാണ്ടൊക്കെ പറഞ്ഞ വാക്കാണ് നിന്നെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. പാസ്റ്റർ, കർത്താവിന് വേണ്ടി ഒത്തിരി കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്, പക്ഷെ തറയോ നിന്നിട്ട് വേണ്ടേ ചെയ്യാന്. ഈ രാത്രി ദൈവം പറയുക, അത് പറയാനാണ് ദൈവം ഇവിടെ എത്തിച്ചത്. നിന്റെ ജീവിതത്തിൽ ശത്രുക്കളെ പ്രാപിച്ചോ ബ്രദർ, പ്രാപിച്ചോ. ശക്തി വ്യാപരിച്ചോണ്ടിരിക്കുക. ഇത് സൈന്യത്താലല്ല, ഇത് ശക്തിയാലല്ല, ആത്മാവിനാൽ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കെട്ടുകൾ പൊട്ടിമാറിക്കൊണ്ടിരിക്കുക. ദൈവത്തിന് ആലയം പണിയുവാൻ, ദൈവത്തിന് സഭ പണിയുവാൻ ഒരു അന്ത്യകാല ഉണർവിന് സാധാരണ ഒരു കാര്യം ചെയ്യാനല്ല, ഒരു അന്ത്യകാല ഉണർവിന് വേണ്ടി കണ്ടിരിക്കുന്ന ചില ദൈവദാസന്മാരുടെ ജീവിതത്തിൽ സകല ശത്രുക്കളെ അടക്കി ദൈവം സ്വസ്ഥത നൽകാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് കർത്താവിന് വേണ്ടി ചെയ്യണം, എനിക്ക് ദൈവത്തിന് വേണ്ടി ഓടണം, എനിക്ക് ദൈവനാമത്തിന് വേണ്ടി സുവിശേഷം അറിയിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തിയെ ഈ രാത്രി ദൈവം നിനക്ക് അതിനൊരു അവസരം തരാൻ പോകുകയാണ്. ഹല്ലേലൂയ. എന്നും പ്രതികൂലമേ ഉള്ളൂ എന്ന് ചോദിക്കുന്ന ദൈവമക്കളോട് ദൈവം പറയുന്നു, ഇല്ല, ആ സമയം തീരാറായി. നീ ആലയം പണിയേണ്ടിയവനാ, നീ ദൈവനാമത്തിൽ നിൽക്കേണ്ടിയവനാ, നീ ഉണർവിന് വേണ്ടി വിളിക്കപ്പെട്ടവനാ. ഹല്ലേലൂയ.
ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വിശ്വസിക്കുന്ന ചില വ്യക്തികളുടെ ശരീരത്തിൽ രോഗങ്ങൾ മാറുന്ന കാഴ്ച ഞാൻ ആത്മാവിൽ കാണുന്നു. ഇത് സാധാരണ ഒരു ദൂതല്ല. ഈ ദൂതിന് പുറകിൽ ഒരു ശക്തി ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ എനിക്ക് ഡസൻ കണക്കിന് വാക്യങ്ങൾ എടുക്കാം. ഒരു വാക്യം വളരെ 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 പവർഫുൾ ഒരു വാക്യമുണ്ട്. 2 രാജാക്കന്മാരുടെ പുസ്തകം 5-ാം അധ്യായത്തിൽ 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. അവൻ ചെന്ന് 1 രാജാക്കന്മാർ 5:4. ഐ ആം സോറി. എന്നാൽ ഇപ്പോൾ ഒരു പ്രതിയോഗിയോ വിഘ്നമോ ഇല്ലാതെ എന്റെ ദൈവമായ യഹോവ ചുറ്റും എനിക്ക് സ്വസ്ഥത നൽകിയിരിക്കുന്നു. ഇംഗ്ലീഷ് കൊടുത്തിരുന്ന വാക്ക് സ്തോത്രം. verse number 4. Amen. But now the Lord my God has given me rest on every side, so that there is neither adversary nor an evil occurrent. ഒരു മോശമായ സംഭവം പോലും ഇല്ലാതെ, not even one evil occurrent, ഒരു മോശമായ സംഭവം പോലും ഇല്ലാതെ എന്റെ ദൈവമായ യഹോവ എനിക്ക് സ്വസ്ഥ നൽകിയപ്പോൾ ചിലക്കിത് പിടിക്കത്തേ ഇല്ല. കാരണം നമ്മുടെ ഇടയിൽ പോരാട്ടം എന്നുള്ള വാക്കില്ലാതെ ആത്മീയ ശുശ്രൂഷ പോലും നടക്കത്തില്ല. സ്വത്രം 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 സ്വത്രം. ആമീൻ. പ്രവചനത്തിനിടെ 2 പോരാട്ടമെങ്കിലും വന്നില്ലെങ്കിൽ ആ പ്രവാചകൻ എന്തോ കുഴപ്പമുണ്ട്. ഈ രാത്രി പോരാട്ടം എന്നുള്ള വാക്ക് പറയാനല്ല ദൈവം എന്നെ അയച്ചത്. സ്വസ്ഥത. സ്വസ്ഥത എന്ന വാക്ക് പറയാനാണ് ദൈവം എന്നെ അയച്ചത്. ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ശക്തിയോടെ ഏറ്റെടുത്താട്ട് സ്വസ്ഥതയോ നൽകാൻ പോകുകയാണ്. അടുത്ത വാക്ക് വായിക്കുമ്പോൾ അത് വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഓർത്ത് ഒരു പ്രതിയോഗിയോ ഒരു ദുഷ്ടമായ സംഭവം ഇല്ലാതെ യഹോവയായ ദൈവം എനിക്ക് സ്വസ്ഥത നൽകിയപ്പോൾ വായിച്ചാട്ടെ. ആകയാൽ ഞാൻ നിനക്ക് പകരം നിന്റെ സിംഹാസനത്തിൽ ഇരുത്തുന്ന നിന്റെ മകൻ എന്റെ നാമത്തിന് ഒരു ആലയം പണിയുമെന്ന് യഹോവ എന്റെ അപ്പനായ ദാവീദിനോട് അരുളി ചെയ്തതുപോലെ എന്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരു ആലയം പണിവാൻ ഞാൻ വിചാരിക്കുന്നു. ആകയാൽ ലെബാനോനിൽ ദൈവ സ്വസ്ഥ നൽകുമ്പോൾ അപ്പോഴാണ് ചിലക്ക് വട്ടളകുന്നത്. സ്വസ്ഥത. ചിലരെ വിശ്വാസം നിർത്തണമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഒരു കുത്ത് വേണം. അങ്ങനെയുള്ളവർ ഇവിടെ ഉണ്ടെങ്കിൽ അത് ചോദിച്ചോണ്ടിരുന്നാട്ട്. ഇടയ്ക്ക് വിശ്വാസം നിൽക്കണമെങ്കിൽ എനിക്കൊരു കുത്ത് വേണം പാസ്റ്ററെ, അല്ല ഞാൻ പോക്കാം. അങ്ങനെയുള്ളവർ അവിടെ ഇരുന്നാട്ടെ. എന്നാൽ പാസ്റ്ററെ എനിക്കിതില്ലാതെ കർത്താവിനെ സേവിക്കാം. ഇത് പറഞ്ഞപ്പോ ഞാൻ തനി കേരള പ്രസംഗനല്ല. സ്വത്രം. അതുകൊണ്ട് എൻ്റെ വെക്കാബുലറി എന്നോട് ക്ഷമിക്കണം. ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ ദൈവം എന്നെ അയച്ചത് വേറൊരു ദൂത് അറിയിക്കാനാ. ദൈവാത്മാ പറഞ്ഞ വാക്കിതാണ്. സ്തോത്രം. ഇന്ന് രാത്രി എനിക്ക് ദൈവം സ്വസ്ഥ നൽകിയാൽ ഞാൻ ദൈവം എന്നോട് പറഞ്ഞ, ശ്രദ്ധിക്കണമേ, വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ വാഗ്ദത്തം എന്നിൽ കൂടെ നിവർത്തിക്കപ്പെടുവാൻ ഞാനിതാ ഏൽപ്പിച്ചു കൊടുക്കുന്നു. 2011 നിന്റെ മേൽ വിളിക്കപ്പെട്ട വാഗ്ദത്തങ്ങൾ നിവർത്തിക്കപ്പെടുന്ന വർഷമായിരിക്കുമെന്ന് ദൈവത്തെ ആത്മാവ് ഇടപെടുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മാത്രം കൈകൾ അടിച്ച് ദൈവത്തിന് സ്തോത്രം കൊടുത്താട്ട് put your hands together. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ തയ്യാറാണ്? എനിക്ക് ദൈവം സ്വസ്ഥ നൽകുമ്പോൾ എൻ്റെ പിതാക്കന്മാരോട് പറഞ്ഞ വാഗ്ദത്തത്തിന് വേണ്ടി എന്നെ തന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുകയാണ്. ഈ രാത്രി ദൈവാത്മ ശക്തം ഇടപെടുന്നു. ദൈവം ചില ജീവിതത്തിൽ പറഞ്ഞ വാഗ്ദത്തങ്ങൾ ചെറുതല്ല, 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 വളരെ ശ്രേഷ്ഠമേറിയ വാഗ്ദത്തമാണ്. ആ വാഗ്ദത്തം നിവർത്തിക്കാൻ വേണ്ടി സമയം അടുത്തത് കൊണ്ട് ദൈവം ഇത് സ്വസ്ഥതയോ നൽകാൻ പോകുകയാണ്. അത് ഏറ്റെടുക്കുന്ന ദൈവമക്കളൊന്ന് പ്രാപിച്ചോ, പ്രാപിച്ചോ. യേശു
യേശുവിന്റെ നാമത്തിൽ പ്രാപിക്കുക. ആർക്കെങ്കിലും കൈ കൊടുത്ത് പറഞ്ഞാട്ട് അമ്മ എന്റെ ജീവിതത്തിൽ നിവർത്തിക്കപ്പെടേണ്ട ചില നിവർത്തിക്കപ്പെടുവാൻ ദൈവം എനിക്ക് സ്വസ്ഥ നൽകാൻ പോകുകയാണ്. ചിലക്ക് രാജ്യങ്ങളെ തൊടുന്നതാ. സാധാരണ ശുശ്രൂഷ അല്ല ഇവിടുന്ന് വെളിപ്പെടാൻ പോകുന്നത്. It's glorious, glorious, glorious. വളരെ മഹത്വമുള്ള എന്തോ വെളിപ്പെട്ട് വരാൻ പോകുക. അതിനു വേണ്ടി ദൈവം ഇതാ സ്വസ്ഥ നൽകാൻ താല്പര്യപ്പെടുകയാണ്. ആമീൻ. ഏറ്റെടുക്കാൻ തയ്യാറായ മക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുക. Get ready. സകല റവലദന ഊഡര കബ ശന്ദല റകമന ഹദമന റന്ധനമ സിക്കണ്ട റോവന ഹദന റന്ധനമ റോവ ശന്ദലാദന പ്രഭ. സ്വസ്ഥയുടെ വ്യാപാരം, സ്വസ്ഥതയുടെ അഭിഷേകം ഇത് സഭയ്ക്കകത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഒത്തിരി കാര്യങ്ങൾ പറയണമെന്നുണ്ട്. യഹോശഫാത്തിനോട് ദൈവം ഇതേ വാക്ക് പറഞ്ഞു, ഞാൻ നിനക്ക് സ്വസ്ഥത നൽകാൻ പോകുകയാണ്. യഹോശഫാത്ത് യോശുവയോട് ദൈവം ഇതേ വാക്ക് പറഞ്ഞു. പക്ഷെ പുതിയ നിയമത്തിൽ എനിക്ക് ഇഷ്ടപ്പെട്ട പുതിയ നിയമ സഭയ്ക്കുള്ള ദൂതും ഇത് തന്നെയാണ്. അപ്പോസ്തലപ്രവൃത്തി 9-ാം അധ്യായത്തിന്റെ സ്തോത്രം 31-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. ആക്ട്സ് 9:31. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു. ഓ ശ്രദ്ധിക്കണമേ, സഭയ്ക്കുള്ളിൽ ദൈവം സമാധാനം കൽപ്പിക്കാൻ പോകുകയാണ്. എന്തിനാ? ആത്മീയ വർധന. അവിടെ കൊടുത്ത വാക്ക് മൾട്ടിപ്ലിക്കേഷൻ. ചില ശുശ്രൂഷകന്മാർ ഏറ്റെടുക്കാൻ തയ്യാറാണോ? നിങ്ങളുടെ ശുശ്രൂഷ മൾട്ടിപ്ലൈ ചെയ്യുവാൻ ദൈവം സ്വസ്ഥത കൽപ്പിക്കാൻ പോകുകയാണ്. ഇന്ന് രാത്രി പ്രാപിക്കേണ്ട ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ശക്തിയോടെ പ്രാപിച്ചോ. ആര് പിണങ്ങിയാലും കുഴപ്പമില്ല. നിങ്ങൾക്കുള്ള ദൂതാണിത്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. മൾട്ടിപ്ലിക്കേഷൻ. സ്തോത്രം. എന്തോ സംഭവിച്ചത്? സഭയെ മുന്നോട്ട് വിടാൻ തടസ്സമായി നിന്ന ശൗൽ എന്ന വ്യക്തിയെ ദൈവം തൊട്ടു. സ്തോത്രം. തൊട്ടപ്പോൾ സമാധാനം സഭയ്ക്കകത്ത് വ്യാപരിച്ചു. ആമീൻ. അടുത്ത വാക്ക്, അതുകൊണ്ട് സഭ വളരാൻ തുടങ്ങി. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. മൾട്ടിപ്ലൈ. ഒന്ന് വായിച്ചാട്ടെ പാസ്റ്റർ, ഒന്നുകൂടെ വായിച്ചാട്ടെ. അങ്ങനെ യഹൂദ്യ, ഗലീല, ശമര്യ എന്നീ ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനമുണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചും കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനയിലും നടന്നും പെരുകിക്കൊണ്ടിരുന്നു. അടിവര വിട്ട് ജീവിതത്തിലെ സ്വന്തം വാക്യമാക്കാൻ മാറ്റുവാൻ താല്പര്യപ്പെടുന്ന ദൈവമക്കളുണ്ടെങ്കിൽ ഒരാമീൻ പറഞ്ഞ് സ്വീകരിച്ചാട്ടെ. ഞാൻ ഇന്ന് രാത്രി ആ വാക്യം ഏറ്റെടുക്കാൻ പോകുകയാണ്. ഒന്ന്, സഭ സ്ട്രോങ് ആവും. രണ്ട്, സഭ ആത്മീയ വർധനവുണ്ടാകും. സഭ പെരുകാൻ തുടങ്ങും. എനിക്ക് യഹോവയുടെ ഭക്തി സഭയ്ക്കകത്ത് വ്യാപരിക്കാൻ തുടങ്ങും. എന്ന് വെച്ചാൽ നിങ്ങളൊന്നും പ്രത്യേകിച്ച് പറയണ്ട. ആലയത്തിൽ അത് കാല് ചവിട്ടുമ്പോൾ തന്നെ ദൈവ സാന്നിധ്യത്താൽ ഇന്ന് രാത്രി അത് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ ഉറക്കെ ആമേൻ പറഞ്ഞാട്ട് നിങ്ങൾ കാഴ്ച കാണിക്കുന്നു. നിങ്ങൾ ശുശ്രൂഷ ചെയ്തുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ദൈവത്തിന്റെ സാന്നിധ്യ സഭയ്ക്കകത്തുള്ളത് കൊണ്ട് ജനത്തിന്മേൽ യഹോവയുടെ ഭക്തിയും ദൈവത്തിന്റെ ഭയവും ജനത്തിന്മേൽ വ്യാപരിക്കുന്ന ദിവസങ്ങൾ മുൻപിലുണ്ടെന്ന് പരിശുദ്ധാത്മാവ് ഇടപെടുന്നു. ഇന്ന് രാത്രി നിങ്ങൾക്കൊരു സഭ ഇപ്പോൾ ഇല്ലെങ്കിലും ഭാവിയിലെ ശുശ്രൂഷയെ നോക്കി ഇത് ആമീൻ പറയുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുകയാണ്. Receive it in the name of Jesus. നിങ്ങൾക്കറിയാം, എനിക്ക് ഏറ്റവും എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്ക് അവിടെ ഉണ്ട്. പരിശുദ്ധാത്മാവ് സഹായിയായി കാര്യസ്ഥനായി വരും എന്ന വാക്കിന്
പാരക്ലിറ്റസ് എന്ന വാക്കാണ് ഗ്രീക്കിൽ ഉപയോഗിച്ചിരിക്കുന്നത്. അതിന്റെ അർത്ഥം എന്തറിയാമോ? നിങ്ങളുടെ കൂടെ നടന്ന് നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ സഹായിയായി നിങ്ങളുടെ ഒപ്പം നടക്കുന്ന വ്യക്തി. ആ വാക്ക് യേശു പറഞ്ഞെങ്കിലും എനിക്ക് തോന്നുന്ന വേദപുസ്തകത്തിൽ ആദ്യമായി ആ വാക്ക് ഗ്രീക്കിൽ കൊടുത്തിരിക്കുന്ന ഈ വാക്യത്തിലാണ്. ദൈവം സമാധാനം കൊടുത്തപ്പോൾ സഭയ്ക്കകത്ത് ഭക്തി വ്യാപരിച്ചു, സഭയ്ക്കകത്ത് ആത്മീയ വർധനമുണ്ടായി, സഭ പെരുകാൻ തുടങ്ങി. മാത്രമല്ല പരിശുദ്ധാത്മാവ് കൂടെ നടക്കാൻ തുടങ്ങി. ഇന്ന് രാത്രികാലം ഇത് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സംഭവിച്ചത് തന്നെയാ. പിശാച് വിട്ടപ്പോൾ ആത്മാവ് അവന്റെ മേൽ വ്യാപരിച്ച് ആത്മാവിന്റെ സാന്നിധ്യത്തോട് കൂടെ ഈ രാത്രി somebody receive it, somebody receive it. എത്രയൊക്കെ ബോധ്യമാവുന്നുണ്ട് എനിക്കറിയത്തില്ല. ആമീൻ. ഒന്നുകൂടെ പറയാൻ പോകുകയാ. ദൈവം സ്വസ്ഥ സഭയ്ക്കകത്ത് കൽപ്പിക്കുമ്പോൾ ഒന്ന് സ്തോത്രം, സഭയ്ക്കകത്ത് ആത്മീയ പ്രബോധനം ഉണ്ടാകും, വളർച്ച ഉണ്ടാകും. ആത്മീയം എന്ന് വെച്ചാൽ നിങ്ങളുടെ വിശ്വാസികൾ നിങ്ങൾ എപ്പോഴും ചെന്ന് അച്ചായ പ്രാർത്ഥിക്കണം, ഉപവാസം ഒന്നും പറയണ്ട. they will be strong. രണ്ട് സ്തോത്രം, യഹോവയുടെ ഭക്തി സഭയ്ക്കകത്ത് വ്യാപരിക്കും. മൂന്ന്, സഭ മൾട്ടിപ്ലൈ ചെയ്യാൻ തുടങ്ങും, പല രാജ്യങ്ങളിലേക്ക് വ്യാപരിക്കാൻ തുടങ്ങും. നാല്, നിങ്ങളുടെ കൂടെ നിങ്ങൾക്ക് തിരിച്ചറിയുന്ന രീതിയിൽ ആത്മാവ് നടക്കാൻ തുടങ്ങാം. സ്തോത്രം. ഈ രാത്രി ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മാത്രം ഒന്ന് കൈകൾ അടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട് ഇന്ന് രാത്രി സ്വസ്ഥ ദൈവം നൽകാൻ പോകുകയാണ് യേശുവിന്റെ നാമത്തില്. ഈ വാക്യത്തിന് മേലൊരു അധികാരം ഞാൻ അനുഭവിക്കുന്നതുകൊണ്ട് ഇന്ന് രാത്രിക്കാൽ ഈ വാക്യം എനിക്കുള്ള വാക്യമെന്ന് വിശ്വസിക്കുന്ന ആർക്കാണ്ട് വേണ്ടി സ്തോത്രം 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 എനിക്കൊന്ന് പ്രകടിപ്പിക്കണം എന്ന ആഗ്രഹമുണ്ട് എന്ന് ചിന്തിക്കുന്ന ദൈവമക്കളുടെ തിരിപ്പുണ്ട്. അവർക്ക് വേണ്ടി മാത്രം ഒന്ന് ചാടി ദൈവത്തെ സ്തുതിച്ചിട്ട് പ്രാപിച്ചിട്ടിരുന്നു. സ്തോത്രം സ്തോത്രം സ്തോത്രം. യേശുവിന്റെ നാമത്തില് ആമീൻ. സഭയുടെ മീതെ സ്വസ്ഥത ദൈവം കൽപ്പിക്കാൻ പോകുക. നിന്റെ ശുശ്രൂഷയ്ക്ക് ഒരു സ്വസ്ഥത ദൈവം കൽപ്പിക്കാൻ പോകുകയാണ്. കിടക്കുമ്പോൾ ഈ മുറിക്കകത്ത് എന്തോ ഒരു പിശാചിന്റെ പോരാട്ടമുണ്ട്. ആരാണ്ട് ആഭിചാരം ചെയ്ത മുറിയാൻ തോന്നുന്നു. സ്തോത്രം. ഇത് മാറാൻ പോകുകയാ. ഇനി നിങ്ങൾ അനുഭവിക്കാൻ പോകുന്നത് തൃത്വത്തിൽ മൂന്നാമന്റെ സാന്നിധ്യം കുടുംബങ്ങൾ അനുഭവിക്കാൻ പോകുകയാണ്. വിശ്വസിക്കുന്ന ദൈവമക്കൾ മാത്രം. ഇത് പറഞ്ഞുകൊണ്ടിരിക്കും മുൻവശം മുതൽ പുറകെ അറ്റം വരെ ദൈവാത്മാവിന്റെ സാന്നിധ്യം വ്യാപരിച്ചുകൊണ്ടിരിക്കുക. സ്വസ്ഥത. ശുശ്രൂഷയിലെ ഫ്രീഡം. ശുശ്രൂഷ സ്ട്രഗിൾ ഇല്ല. ഒരു ഫ്രീഡം ദൈവം തരാൻ പോകുക. നീ അല്ല ചെയ്യുന്നത്. നീ കൈ ഉയർത്തുമ്പോൾ പരിശുദ്ധാത്മ കൈ ഉയർത്തും. നീ വാ തുറക്കുമ്പോൾ പരിശുദ്ധാത്മ വാ തുറക്കും. നീ കാല് വെക്കുമ്പോൾ പരിശുദ്ധാത്മ കാല് വെക്കും. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ ശബ്ദമുയർത്തി ഞാൻ പറഞ്ഞല്ലോ, ഈ വാക്യം ഒരു പ്രവചന വാക്യമായി മാറുന്നതായി ഞാൻ അനുഭവിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി നിങ്ങൾ ഇരിക്കുന്നതിന് മുമ്പേ വേണമെങ്കിൽ ഒന്ന് രണ്ട് പേർക്കെങ്കിലും കൈ കൊടുത്ത് പറഞ്ഞാട്ട് സ്തോത്രം. ഇന്ന് രാത്രിയിൽ ഞാൻ ആത്മാവിന്റെ സാന്നിധ്യം, പരിശുദ്ധാത്മാവിന്റെ വ്യക്തിപരമായ സാന്നിധ്യം ഞാൻ അനുഭവിക്കാൻ പോകുകയാണ്. ഓ, ശക്തി വ്യാപരിക്കുന്നു, ശക്തി വ്യാപരിക്കുന്നു, ശക്തി വ്യാപരിക്കുന്നു. ഇത് സൈന്യത്താലല്ല.
ശുശ്രൂഷയായി മാറാൻ പോകുക. നീ ഒന്നും ചെയ്യണ്ട, നീ പോകുന്തോറും വാതിലുകൾ തുറക്കപ്പെടാൻ പോകുക. ഹല്ലേലൂയ. ഇനി ഇരിക്കണമെന്നില്ല. എന്തോ ഇവിടെ സംഭവിക്കാൻ പോകുക. ഇന്ന് രാത്രി ശുശ്രൂഷ മാറാൻ പോകുക. ഇന്ന് രാത്രി നിനക്ക് കട്ടിയായിട്ടിരുന്ന വിഷയങ്ങൾ പെട്ടെന്ന് നിന്റെ മുമ്പിൽ വാതിലുകൾ തുറക്കപ്പെടും. എന്താ കാര്യം? നിന്റെ കൂടെ ആത്മാവ് നടക്കുന്നതായി നീ അനുഭവിക്കാൻ പോകുക. ഓ ഹല്ലേലൂയ. ഇത് ഏറ്റെടുക്കുന്ന ദൈവമക്കളെ മീതെ സാന്നിധ്യം വ്യാപരിക്കുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഈ ഉപവാസ പ്രാർത്ഥന ലോകത്തെ സ്പർശിക്കുന്ന ചില ശുശ്രൂഷകന്മാരെ ഉത്ഭവിപ്പിക്കുന്ന ഉപവാസ പ്രാർത്ഥന. സിസ്റ്ററോട് തൊട്ടു പറഞ്ഞാട്ടെ, ആ കുടുംബത്തിനകത്ത് കെട്ടുകൾ ഇന്ന് രാത്രി പൊട്ടുകയാണ്. യേശുവിൻ നാമത്തിൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് കെട്ടുകൾ ദൈവം പൊട്ടിച്ചു മാറ്റുകയാണ്. സ്വസ്ഥതയും നൽകാൻ പോകുകയാണ്. നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടോ? കാണാൻ ആഗ്രഹമുണ്ടോ? പരിശുദ്ധാത്മാ കൂടെ വരുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് കാണാൻ ആഗ്രഹമുണ്ടോ? ഹല്ലേലൂയ. ശുശ്രൂഷ മാറാൻ പോകുക. ശുശ്രൂഷ മാറാൻ പോകുക. അത് അനുഭവിക്കുന്ന വ്യക്തിയാണ് ഇന്ന് രാത്രി അത് വ്യക്തമായി ചിലപ്പോൾ വ്യക്തമായിട്ട് അറിയാൻ കഴിയുന്നുണ്ട്. കൂടുതൽ നടക്കുന്നത് പോലെ അടുത്ത് എന്ത് ചെയ്യണമെന്നുണ്ട് പറഞ്ഞു തരും. ഏത് വാക്ക് പ്രസംഗിക്കണമെന്ന് പറഞ്ഞു തരും. രാത്രി ഉറക്കത്തിൽ കിടക്കുമ്പോൾ പ്രസംഗിക്കാനുള്ള വിഷയവും അതിന്റെ വാക്യം വന്ന് പഠിപ്പിച്ചു തരും. എന്ത് വേണം? ഹല്ലേലൂയ. ഈ രാത്രി ആ അഭിഷേകം ചില വ്യക്തികളുടെ വ്യാപരിക്കാൻ പോകുകയാണ്. ഈ ഒരു വാക്യത്തിന് വേണ്ടി കാത്തിരുന്നവർ ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് എന്തവർ പറയുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷെ ഞാൻ വായിക്കാൻ പോകുകയാണ്. സ്തോത്രം. യെശയ്യാപ്രവചനം വായിച്ച് നമുക്കൊന്ന് മുന്നോട്ട് പോകും, അല്ലെങ്കിൽ ഇവിടെ നിൽക്കത്തില്ല. സ്വത്രം ഇത് വ്യക്തമായ ദൂത്. ദൈവം സ്വസ്ഥത നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന മക്കൾ മാത്രം ഉറക്കൊരു ആമീൻ പറഞ്ഞാട്ടെ. അവർക്കുള്ള ദൂത് സ്വസ്ഥ വരുമ്പോൾ എന്ത് സംഭവിക്കും? യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിന് 3-ാം വാക്യം വായിച്ചാട്ടെ.
14:3 ആദ്യം 3 വായിച്ച പിന്നെ നമുക്ക് 2 പോകാം. യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും, യഹോവ നിന്റെ വ്യസനവും നിന്റെ കഷ്ടതയും നീ ചെയ്യേണ്ടി വന്ന നിന്റെ കഠിനദാസ്യവും നീക്കി നിനക്ക് വിശ്രാമം നൽകുന്ന നാളിൽ, നിനക്ക് സ്വസ്ഥത തരുന്ന നാളിൽ, സ്വത്രം ചെല്ലു പറഞ്ഞാട്ട് ആ നാള് വന്നിരിക്കുന്നു, ആ നാള് വന്നിരിക്കുന്നു, ആ നാള് വന്നിരിക്കുന്നു. നാളിൽ 2-ാം വാക്യം ഇനി വായിച്ചാട്ടെ. എന്ത് സംഭവിക്കും? ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ശ്രദ്ധിക്കണമേ, ഇത് നടക്കുന്ന സമയത്ത് അവൻ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ കാര്യങ്ങൾ ചെയ്യാൻ ദൈവം വ്യക്തികളെ എഴുന്നേൽപ്പിക്കാൻ പോകുകയാണ്. നിങ്ങളുടെ ഭാഷ പോലും പറയാത്ത ആൾക്കാര്, അന്യരാജ്യക്കാർ നിനക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പോകുകയാണ്. ഏറ്റെടുക്കുന്ന മക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. ഇതൊക്കെ പറയാൻ ഓർത്തത് സകല വ്യസനവും കഷ്ടതയും എല്ലാം മാറ്റിയ സ്വസ്ഥത തരാൻ പോകുന്ന ജാതികൾ അവരെ കൂട്ടി അവരുടെ സ്ഥലത്തേക്ക് കൊണ്ടുവരും. ഇസ്രായേൽ ഗ്രഹം അവരെ യഹോവയുടെ ദേശത്ത് ദാസന്മാരായും ദാസിമാരായി അടക്കിക്കൊള്ളും. അടുത്ത വാക്ക്, തങ്ങളെ ബദ്ധന്മാരാക്കിയവരെ അവർ ബദ്ധന്മാരാക്കുകയും എന്ന് വെച്ചാൽ നിന്റെ ഇന്നത്തെ പ്രശ്നം നാളത്തെ ശുശ്രൂഷയാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. വിശ്വാസിക്ക് ദൈവമക്കൾ ഏത് ശക്തി നിന്റെ കുടുംബത്തെ ബദ്ധന്മാരാക്കിയോ ആ ശക്തിയെ നീ ബദ്ധന്മാരാക്കി മാറ്റാൻ. ആത്മാവിൽ കണ്ടുകൊണ്ടിരിക്കുക. ദേശാന്തര ശക്തികൾ ഇന്ന് രാത്രി നിന്നെ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുക. ഏത് ശക്തി നിനക്കെതിരായി തല ഉയർത്തിയോ ആ ശക്തിയെ നീ കാലിലടിയിലാക്കാൻ പോകുകയാണ്. ഒന്ന് വായിച്ചാട്ടെ, വായിച്ചാട്ടെ. തങ്ങളെ പീഡിപ്പിച്ചവരെ വാഴുകയും ചെയ്യും, അവിടെ മീതെ വാഴുകയും ചെയ്യും. സ്വസ്ഥ ദൈവം തരുമ്പോൾ ഏത് ശക്തി നിന്നെ പീഡിപ്പിച്ചോ, അത് രോഗമായിക്കൊള്ളട്ടെ, അത് കുടുംബത്തിലെ കുഞ്ഞുങ്ങളുടെ വിഷയമായിക്കൊള്ളട്ടെ, അത് സാമ്പത്തിക വിഷയമായിക്കൊള്ളട്ടെ, ആ വിഷയം നിന്റെ തലയ്ക്ക് മീതെയല്ല, നീ അതിനുമേൽ വാഴുന്ന ദിവസമായിരിക്കുക. അടുത്ത ഞാൻ പറയാൻ പോകുന്ന വാക്യം എന്റെ ഒരു ട്രേഡ് സീക്രട്ടാ. അത് അനുഭവിക്കുന്നത് മറ്റുള്ളവർ ഇവിടെ കാണും, പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാൻ സ്ഥിരം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ആമീൻ. ഒന്ന് പറയണോ അവിടെ? ഹല്ലേലൂയ. ഞാൻ ഈ ദിവസം സ്ഥിരം അനുഭവിക്കുന്ന ഒരു കാര്യമാണ്. ആമീൻ. 4-ാം വാക്യം ഒന്ന് വായിച്ചാട്ടെ. സ്വസ്ഥത തരുമ്പോ എന്ത് സംഭവിക്കാം? നീ ബാബേൽ രാജാവിനെ കുറിച്ച് ഈ പാട്ട് ചൊല്ലും, പീഡിപ്പിക്കുന്നവൻ എങ്ങനെ ഇല്ലാതെയായി എന്ന് വെച്ചാൽ ചില വിഷയങ്ങൾക്ക് വേണ്ടി നിങ്ങൾ പോലും അതിശയിക്കും, ഇതെങ്ങനെ സംഭവിച്ചു. സ്തോത്രം, സ്തോത്രം. ഞാൻ ഉപവസിച്ചില്ല, ഞാൻ പ്രാർത്ഥിച്ചില്ല, അതിനു മുമ്പേ വിടുതൽ നടന്നുകൊണ്ടിരിക്കുക. ഇത് പ്രാപിക്കാൻ
വിശ്വസിക്കുന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കറിയാമോ, ഒരു കാലത്ത് ഒരു രാജ്യത്തിലേക്ക് പോകാൻ 20 ദിവസം ഉപവസിക്കുകയും മാസങ്ങൾ ഉപവസിച്ചിട്ടുണ്ട് ഒരു രാജ്യത്തിലെ വാതിൽ തുറക്കാൻ. പക്ഷെ നിങ്ങൾ ഇന്ന് സംഭവിക്കുന്നത്, ഞാൻ ദൈവസേനയിൽ സന്തോഷത്തോട് പറയട്ടെ, സ്തോത്രം. ചിലർ ഒത്തിരി ബുദ്ധിമുട്ടിലായിരിക്കും. എന്നോട് ദേഷ്യപ്പെടുന്ന ആൾക്കാരുണ്ട്, രാജ്യങ്ങളുടെ ബിഷപ്പുമാർ. സ്തോത്രം. ഞങ്ങളെ വന്ന് സഹായിക്കുക. നോന്ന് പറഞ്ഞാലും പുറകെ നിന്ന് മാറത്തില്ല. ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു, പാസ്റ്റർ നിങ്ങൾ ഓർക്കും ഞാൻ നിങ്ങളെ എന്തിന് എത്ര ബുദ്ധിമുട്ട്. ഒരു ബിഷപ്പാണ് പറയുന്നത്, ഒരു രാജ്യത്തിലെ ബിഷപ്പ്. നിങ്ങൾ ഓർക്കും ഞാൻ നിങ്ങളെ എന്തിന് എത്രത്തോളം ബുദ്ധിമുട്ടിച്ചത്. ഒരു രാത്രി ഞാൻ സ്വപ്നത്തിൽ കണ്ട കാഴ്ചയാ, നിന്റെ ശുശ്രൂഷയും ഈ രാജ്യത്തെയും അടുത്ത ലെവലിലേക്ക് എത്തിക്കുന്ന ഏലിയാവിനെ ഞാൻ നിനക്ക് അയച്ചിരിക്കുന്നത്. അവൻ ഇല്ലെന്ന് പറഞ്ഞാൽ നീ വിട്ടുകൊടുക്കരുത്. ആമേൻ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. രാത്രി സ്വപ്നങ്ങളിൽ കൂടെ ദൈവം ആൾക്കാരെ എഴുന്നേൽപ്പിച്ചുകൊണ്ടിരിക്കുക. എന്നെ അറിയാത്തോട് പോലും അതിന്റെ മുഖം കണ്ട് രാത്രി സ്വപ്നത്തിൽ ദൈവം രാജ്യങ്ങൾ വാതിൽ തുറന്നുകൊണ്ടിരിക്കുക. ഇന്ന് രാത്രി നിങ്ങൾ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ഒന്ന് ആഗ്രഹിച്ചാൽ മതി, കാര്യങ്ങൾ നടക്കും. അതിനകത്ത് പ്രാർത്ഥിക്കേണ്ടെന്നല്ല പറഞ്ഞേ, പ്രാർത്ഥിക്കുന്ന ദൈവ സാന്നിധ്യം കൂടുതൽ അനുഭവിക്കാനും. പക്ഷെ നിങ്ങളുടെ വിഷയം നിങ്ങൾ പോലും അറിയത്തില്ല, തന്നെ നടക്കാൻ തുടങ്ങും. നിങ്ങളൊരു പാട്ട് പാടി, ഇതെങ്ങനെ സംഭവിച്ചു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഇന്ന് രാത്രി എൻ്റെ ജീവിതം ദൈവ സ്വസ്ഥ നൽകുമ്പോൾ അതായിരിക്കും എൻ്റെ സാക്ഷ്യമെന്ന് വിശ്വസിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ. സ്തോത്രം. ഒത്തിരി സംഭവങ്ങൾ പറയണമെന്നുണ്ട്, പക്ഷെ ഒന്നത്തിലേക്ക് കടക്കുന്നില്ല. ഈ ദിവസങ്ങളിൽ ഓരോ രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടുന്നത് എനിക്ക് ഒരിക്കലും സ്വപ്നത്തിൽ പോലും കടന്നു ചെല്ലാൻ പറ്റുന്ന രാജ്യങ്ങൾ, സുവിശേഷത്തിന് വേണ്ടി അടഞ്ഞ രാജ്യങ്ങൾ ഇന്ന് വാതിലുകൾ തുറന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അവരെ വിളിച്ചു ചോദിക്കും, നിങ്ങൾക്ക് എങ്ങനെ തോന്നി എന്നെ കോണ്ടാക്ട് ചെയ്യാൻ? പറയുന്ന വാക്കിതാണ്, രാത്രി ഞങ്ങൾ ഉപവസിച്ച് കിടന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാത്രി സ്വപ്നത്തിൽ എഴുതി കണ്ടു. ഇന്ന് രാത്രി എത്ര പേർക്ക് വേണം? A ministry where the Holy Spirit is walking with you. നിങ്ങളൊന്നും ചെയ്യേണ്ട, പരിശുദ്ധാത്മാവ് കൂടെ പോയി കാര്യങ്ങൾ ചെയ്യും. സ്തോത്രം, സ്തോത്രം. ആമേൻ. കഴിഞ്ഞ ദിവസം കഴിഞ്ഞ 2 ആഴ്ച ഞാൻ ഓസ്ട്രേലിയയിൽ തിരിച്ചു വന്നിട്ട് അമേരിക്കയിൽ വന്ന് അവിടെ ഇറങ്ങി. അത്രമാത്രം ഓർക്കുന്നുണ്ട്, എൻ്റെ മൊത്തം ഡോക്യുമെൻറ്റ്സ്, പാസ്പോർട്ട്, എൻ്റെ അമേരിക്കൻ വിസ, കാനഡ കാർഡ് മൊത്തം നഷ്ടപ്പെട്ടു. മൊത്തം. സ്തോത്രം. റോഡിലാണ് പോയിരിക്കുന്നത്, എങ്ങനെ തിരിച്ചു കിട്ടാനാ? മൊത്തം പോയി. ഞാൻ ഒരു ഡോക്യുമെൻ്റ് ഇല്ലാത്ത വ്യക്തിയായി മാറി. സ്തോത്രം. പക്ഷേ ഞാൻ ഓർക്കുന്നുണ്ട്, പിറ്റേ ദിവസം ഇത് തപ്പാൻ വേണ്ടി എയർപോർട്ടിൽ പോകുമ്പോൾ ഞാൻ പറഞ്ഞു, കർത്താവേ, എൻ്റെ മേൽ ദൈവം പറഞ്ഞ വാക്ക്, ഇതിനെ കൃപ ചുറ്റിക്കൊള്ളും. എനിക്കൊരാഗ്രഹം, ആ കൃപയ്ക്കുള്ള സംഖ്യ 5 എന്നുള്ളതാണ്. സ്തോത്രം. ആ 5 സംഖ്യ കൊണ്ട് എന്തെങ്കിലും ഒന്ന് എന്നോട് ഇപ്പോൾ കാണിക്കാൻ അങ്ങേക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒന്ന് കാണിച്ചിട്ട്. ഇത് തിയോളജി അല്ല, ഇതെൻ്റെ അനുഭവമാണ്. അതുകൊണ്ട് ഇത് പിടിച്ചാരും സ്തോത്രം പുസ്തകത്തിൽ ഒന്നും എഴുതരുതേ പ്ലീസ്. സ്വത്തത്തെ എൻ്റെ അനുഭവം പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾക്ക് വേണേ സ്വീകരിക്കില്ലെങ്കിൽ എൻ്റെ അനുഭവം ഏത്. കർത്താവെ, കൃപയുണ്ടെന്ന് കാണിക്കുക, 5 എന്നുള്ള സംഖ്യ കൊണ്ട് ഒന്ന് എന്നെ ചുറ്റണമേ. ഇത് പ്രാർത്ഥിച്ച് ഓർക്കുന്നുണ്ട്. 5 സെക്കൻഡ് പോലും എടുത്തില്ല. പെട്ടെന്നൊരു വണ്ടി എൻ്റെ മുമ്പിൽ ഓവർടേക്ക് ചെയ്ത് മുമ്പിൽ നിൽപ്പുണ്ട്. എംറ്റി റോഡാണ്. രാവിലെ 5 മണിക്ക് ഞങ്ങൾ പോവാ സാൻ ഫ്രാൻസിസ്കോ ഹൈവേ കൂടെ. മുമ്പിൽ വണ്ടി കയറി നിൽക്കുക. വണ്ടി നമ്പർ 555. സ്വോത്രം, സ്വോത്രം. പ്രാർത്ഥിക്കാൻ പോലും സമയം കിട്ടിയില്ല. ഒന്ന് ആഗ്രഹിച്ചേ ഉള്ളൂ. ഞാൻ ഓർത്ത് ഇയാളെന്ന് വട്ടുപിടിച്ച് ഈ വണ്ടി ഓവർടേക്ക് ചെയ്ത് വരുന്നത്. സ്തോത്രം. ഇത് ഓവർടേക്ക് ചെയ്താലേ എന്നെ കാണിക്കാൻ പറ്റത്തുള്ളൂ. സ്തോത്രം. ചിലപ്പോൾ ഓവർടേക്ക് നല്ല കാര്യത്തിന് വേണ്ടിയാ. ഹല്ലേലൂയ. ചിന്തിക്കുന്നതിന് മുമ്പേ മറുപടി. സ്തോത്രം, സ്തോത്രം. നിങ്ങൾ 2 ദിവസം കഴിഞ്ഞ ശേഷം
തിങ്കളാഴ്ച രാവിലെ പോലീസ് ആ പാസ്പോർട്ടും ഡീറ്റെയിൽസ് എല്ലാം എന്നെ ഏൽപ്പിക്കുക. എല്ലാം തിരിച്ചു കിട്ടി. അതിൻ്റെ അകത്ത് ഒരു സാധനം പോലും നഷ്ടപ്പെട്ടില്ല. എല്ലാം സ്വത്രം സ്വത്രം സ്വത്രം. ഞാൻ വിളിച്ചു പറയട്ടെ, അങ്ങനെയുള്ളൊരു സമയം, ഒരവസ്ഥ ദൈവം തരാൻ പോകുകയാണ്. പാസ്പോർട്ട് പോകുമ്പോൾ ഞാൻ ചിരിച്ചോണ്ടിരിക്കുക. രാത്രി എൻ്റെ വൈഫിനെ വിളിച്ചു പറഞ്ഞു, മോളെ ഞാൻ അങ്ങോട്ട് വരുന്ന ലക്ഷണം കാണുന്നില്ല, ഏതായാലും ഞാൻ അമേരിക്കയിൽ പുതിയ മിനിസ്ട്രി ആരംഭിക്കാൻ പോവുക. സ്തോത്രം. ഇവിടെ കിടക്കുന്ന ലക്ഷണം കാണുന്നത്. സ്തോത്രം. ചിരിച്ചോട് സംസാരിക്കാൻ ദൈവം ഭാഗ്യം. ഞാൻ രാത്രി 11 വരെ ചിരിച്ചു. ഇതൊക്കെ പോയിട്ട് ഞാൻ വിളിച്ചു പറയട്ടെ, എന്താ കാര്യം? ഇപ്പം എനിക്കൊരു ഉറപ്പുണ്ട്, എൻ്റെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഈ രാത്രിക്കാൽ ദൈവാത്മാ ഞാൻ വിളിച്ചു പറയട്ടെ, നിന്നെ ബദ്ധന്മാരാക്കിയവനെ നീ ബദ്ധനാക്കും. ഇത് ഏറ്റെടുക്കുന്ന എന്ന് വെച്ചാൽ ഇന്ന് നിങ്ങളെ ട്രബിൾ ചെയ്യുന്ന ആ വിഷയം നിന്നെ ശുശ്രൂഷയാക്കി ദൈവം മാറ്റാൻ പോകുകയാണ്. അത് എന്ത് വിഷയമായി കൊള്ളട്ടെ, ഏറ്റെടുക്കുന്ന ദൈവമൊക്കെ മാത്രം ഉറക്കെ ആമേൻ പറഞ്ഞാട്ട്. 2, നിന്നെ വേദനിപ്പിച്ചവരെ മുറിച്ച ശക്തികൾക്ക് മീതെ നീ വാഴും. നീ പോലും അറിയാതെ ജാതികൾ നിന്നെ സഹായിപ്പാൻ വരാൻ പോകുകയാണ്. Somebody shout hallelujah. എന്ന് വെച്ചാൽ ചിലർക്ക് വേണ്ടി സ്ഥലം വരെ കൊടുക്കാൻ ആൾക്കാർ വരുമെന്ന് ഏറ്റെടുത്തോ. ഇത് പുതുവർഷത്തിലേക്കുള്ള വാഗ്ദത്തമാ. 4, ഇതെങ്ങനെ സംഭവിച്ചത് നിങ്ങൾ പോലും അറിയത്തില്ല. അതിനുമ്പ് വിടുതലുകൾ നടക്കാൻ തുടങ്ങും. പക്ഷെ ഇന്ന് രാത്രിയിൽ ഒരു വാക്കിട് വായിച്ചിട്ട് ദൈവം നാളെ രാവിലെ തുടരാം. ഒന്ന് ആരാധിക്കാൻ പോകുകയാണ്. വലിയ ശക്തി ഇവിടെ വെളിപ്പെടും. സ്വസ്ഥതയുടെ ഒരു കാലം ദൈവം പ്രഖ്യാപിക്കാൻ പോകുകയാണ്. Are you ready? ആമീൻ. ഇതാണ് വാക്യം. സ്വസ്ഥ കിട്ടുന്നവർക്ക് എന്താണ് പ്രത്യേകത? 7-ാം വാക്യം വായിച്ചാട്ടെ. യെശയ്യാപ്രവചനം 14:7. സർവ്വഭൂമിയും വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കുന്നു. വിശ്രമിച്ച് സ്വസ്ഥമായിരിക്കും. എന്ത് ചെയ്യണം? അവർ ആർത്തുപാടുന്നു. സ്വസ്ഥ കിട്ടുമ്പോൾ ആർത്ത് പാടണം. ആർത്തുപാടെന്ന് പറഞ്ഞാൽ ചുമ്മാ ഉള്ള പാട്ടല്ല, ചാടി ആർത്ത് ദൈവത്തെ സ്തുതിക്കുക. ഇന്ന് രാത്രി അതിനെ ഏൽപ്പിച്ചു ദൈവമക്കൾ മാത്രം കൈകൾ അടിച്ച് ചെമ്മിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ, ആരാധിച്ചാട്ടെ. വാഗ്ദത്തങ്ങൾ വിടുതൽ നൽകും വചനങ്ങൾക്ക്. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ വിടുതൽ നൽകും വചനങ്ങൾക്ക്. വിശ്വാസത്താൽ ആമേൻ പറയും, സ്വത്വത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ ആമേൻ. വിശ്വാസത്താൽ ആമേൻ പറയും, സ്വത്വത്തോടെ ആമേൻ പറയും, പ്രാർത്ഥനയോടെ ആമേൻ പറയും. ആമേൻ ആമേൻ. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ വിടുതൽ നൽകും വചനങ്ങൾക്ക്. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് വിടുതൽ നൽകും വചനങ്ങൾക്ക്. ആത്മാവിൻ ശക്തി നിറഞ്ഞവരെല്ലാം ലോകത്തെ നേടും. ആത്മാവിൻ ശക്തി നിറഞ്ഞവരെല്ലാം ഇന്ത്യയെ നേടും. ആത്മാവിൻ ശക്തി നിറഞ്ഞവരെല്ലാം ആഫ്രിക്കയെ നേടും. ആത്മാവിൻ ശക്തി നിറഞ്ഞവരെല്ലാം യൂറോപ്പിനെ നേടും. ആത്മാവിൻ ശക്തി നിറഞ്ഞവരെല്ലാം ശ്രീലങ്കയെ നേടും. ദൈവം നൽകും വാഗ്ദത്തങ്ങൾക്ക് വിടുതൽ നൽകും വചനങ്ങൾക്ക്. ദൈവം നൽകും വാഗ്ദത്തങ്ങൾ വിടുതൽ നൽകും വചനങ്ങൾക്ക്. ഹല്ലേലൂയ ഹല്ലേലൂയ യെസ് ഹല്ലേലൂയ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ 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 യെസ് ഹല്ലേലൂയ ഓ ഹല്ലേലൂയ ഓ ഹല്ലേലൂയ 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 ഹല്ലേലൂയ
നിൻ മകൻ ഞാൻ അനുഗ്രഹം അവകാശം കർത്തന്റെ മൊഴികൾക്ക് ആകാശം മാറിയാലും ഭൂമി നീങ്ങി അൻപജനം നീങ്ങില്ല ദൈവം നൽകും വാഗ്ദത്തങ്ങൾ വിടുതൽ നൽകും വചനങ്ങൾക്ക് ദൈവം നൽകും വാഗ്ദത്തങ്ങൾ വിടുതൽ നൽകും വചനങ്ങൾക്ക് വിശ്വാസത്താൽ ആമേൻ പറയും സ്തോത്രത്തോടെ ആമേൻ പറയും പ്രാർത്ഥനയോടെ ആമേൻ പറയും വിശ്വാസത്താൽ ആമേൻ പറയും സ്തോത്രത്തോടെ ആമേൻ പറയും പ്രാർത്ഥനയോടെ ആമേൻ പറയും ആമേൻ 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 എല്ലാ കണ്ണുകളും അടയട്ടെ. ഞാനൊന്ന് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ പ്രാർത്ഥനാ സമയം വിശ്വാസം എന്ന് പറയുന്നത് സ്റ്റാഗ്നന്റ് ആയ സ്റ്റേഷനറിയായ ഒന്നല്ല, അതിൽ പ്രകടനമുണ്ട്. അതുകൊണ്ട് ആ സമയത്ത് നിങ്ങളെങ്ങോട്ട് ചെയ്യാൻ സാധിക്കും താല്പര്യമുണ്ടെങ്കിൽ മാത്രം, നിർബന്ധമല്ല. കൈ ഉയർത്തുകയാണോ, കൈ നെഞ്ചത്ത് വെക്കുകയാണോ, മുന്നോട്ട് കാലെടുത്ത് വെക്കുകയാണോ, കൈ കൊടുക്കുകയാണോ, എന്തെങ്കിലും ചെയ്യുക. പക്ഷെ ഇന്ന് രാത്രി വിശ്വാസത്തോടെ ഏറ്റെടുക്കാൻ പോവുകയാണ്. ഞാൻ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. വർഷങ്ങളായി ദൈവം തീരുമാനിച്ചിരിക്കുന്ന, വളരെ മഹത്വമടങ്ങിയിരിക്കുന്ന, നിന്റെ പിതാക്കന്മാർ ആഗ്രഹിച്ചിട്ടും ദൈവം ചെയ്യിപ്പിക്കാതെ നിനക്ക് വേണ്ടി മാറ്റിവെച്ചിരുന്ന ഒരു വലിയ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇതാ ദൈവം ചിലർക്ക് സ്വസ്ഥ നൽകാൻ പോകുകയാണ്. ശലോമോനെ പിതാക്കന്മാർക്ക് കൊടുക്കാഞ്ഞത്, അനേകർ ആഗ്രഹിച്ചിട്ട് കൊടുക്കാഞ്ഞത് നിനക്ക് വേണ്ടി ദൈവം മാറ്റിവെച്ചതാണ്. ഇത് സാധാരണമല്ല, ഇത് ശ്രേഷ്ഠമാണ്, ഇത് ഗ്ലോറിയസ് ഉള്ളതാണ്. ഇന്ന് രാത്രിക്കാലം ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മാത്രം. ഒരു അന്ത്യകാല ശുശ്രൂഷ ഫോക്കസ് ചെയ്യുവാൻ ഞാൻ നിനക്ക് സ്വസ്ഥ നൽകാൻ പോകുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമക്കൾ മാത്രം. അടുത്ത ദൈവമ പറയുന്നു, സാത്താൻ വിട്ടുപോകുന്നത് യേശു പരിശുദ്ധ ശക്തിയോടെ ഗലിലേക്ക് മടങ്ങി വന്നു. ഇന്നു വരെ വെളിപ്പെടാത്ത ഒരു പുത്തൻ ശക്തി നിന്റെ ജീവിതത്തിൽ വെളിപ്പെടുത്താൻ വേണ്ടി ദൈവം സാത്താന്റെ ശക്തിയെ പുറത്താക്കാൻ പോകുകയാണ്. ഏറ്റെടുക്കുന്ന ദൈവമൊക്കെ പ്രാപിച്ചോ. ഇത് വലിയ ശക്തിയാണ്. നിന്റെ വാക്കിൽ ശക്തി വ്യാപരിക്കും, നിന്റെ പ്രസംഗത്തിൽ ശക്തി വ്യാപരിക്കും, നിന്റെ കീബോർഡിൽ ശക്തി വ്യാപരിക്കും, നിന്റെ പാട്ടിൽ ശക്തി വ്യാപരിക്കും. മകനെ, ആത്മാവ് നിന്റെ കൂടെ നടക്കുന്നതായി നീ അനുഭവിക്കത്തക്ക രീതിയിൽ ഇത് ദൈവം നിനക്ക് സ്വസ്ഥ നൽകാൻ പോകുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വലിയ ദൈവ സാന്നിധ്യം ഞാൻ കാണുന്ന കാഴ്ച, ഒരു നീർത്തോട് ഇതിൽ കൂടെ ഒഴുകുന്ന
കാണുന്ന കാഴ്ച ദൈവാത്മാവിൽ ഞാൻ കാണുന്നു. സ്തോത്രം. ആമേൻ. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു. യഹോവയുടെ ഇടയനാകുന്നു, എനിക്ക് മുട്ടുണ്ടാകയില്ല. സ്വസ്ഥതയുള്ള സ്വസ്ഥതയുള്ള വെള്ളത്തിലേക്ക് ദൈവം ചില നടത്താൻ പോകുകയാണ്. ഈ രാത്രി ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ വാഴ്ത്തുന്നു. മാത്രമല്ല, നീ ചോദിക്കുന്നതിന് മുൻപേ, പ്രാർത്ഥിക്കുന്നതിന് മുൻപ് തന്നെ ചില വിഷയങ്ങൾക്ക് മറുപടി കണ്ട് നീ തന്നെ അതിശയിക്കത്തക്ക രീതിയിൽ ചില സംഭവങ്ങൾ നടക്കാൻ പോകുകയാണ്. Are you ready? ഒരു മിനിറ്റ് ഒരാളെ പോൽ നിങ്ങൾ നോക്കരുത്. കർത്താവിനോട് നിങ്ങൾ സംസാരിച്ചാട്ടെ. ഉറക്കെ സംസാരിച്ചോ. എനിക്ക് സ്വസ്ഥത നൽകുമ്പോൾ ഞാൻ അങ്ങയുടെ ആലയം പണിയുവാൻ, അങ്ങയുടെ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുവാൻ, അങ്ങയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഞാൻ എന്നെ വേർതിരിക്കുന്നു എന്ന് ഉറക്കെ പറഞ്ഞാട്ടെ. ഞാൻ പറഞ്ഞല്ലോ, ഇന്ന് ആ വാക്യം വായിച്ച എന്റെ ഹൃദയം കത്തി. യേശു പറഞ്ഞതാ കാര്യസ്ഥ വാക്കിന്റെ അർത്ഥം നിന്റെ കൂടെ നടക്കുന്നവൻ. അതാണ് അപ്പോസ്തലൻ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക്. ദൈവം സഭയ്ക്ക് സ്വസ്ഥത കൊടുത്തപ്പോൾ അവിടെ കൂടെ ആത്മാവ് നടക്കാൻ തുടങ്ങി. നിന്റെ കൂടപ്പുറപ്പ് പിശാചല്ല, നിന്റെ കൂടപ്പുറപ്പ് സാത്താന്യ പോരാട്ടങ്ങളല്ല. നിന്റെ കൂടെ നടക്കുന്നത് പരിശുദ്ധാത്മാവായിരിക്കും. ഏറ്റെടുക്കുന്ന ദൈവമക്കൾക്കായി ദൈവത്തെ റിസീവ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചില കെട്ടുകൾ പൊട്ടി മാറിക്കൊണ്ടിരിക്കുക. Receive it in the name of Jesus. പറ്റുമെങ്കിൽ കൈകൾ കോർത്തു പിടിച്ചാട്ടെ. പ്രാർത്ഥിച്ച് നിർത്താൻ പോവുകയാണ്. എന്റെ ശുശ്രൂഷ ദൈവം ഏൽപ്പിച്ച ആ സത്യം നിങ്ങളുടെ മുമ്പിൽ പറയുക. നിങ്ങളത് ഏറ്റെടുത്താൽ ആ മിനിറ്റ് മുതൽ ഞാൻ ഇവിടുന്ന് പോയാലും ദൈവാത്മാവിന്റെ സാന്നിധ്യം. ഇവിടുത്തെ സൗകര്യങ്ങൾ അറിയത്തില്ല, പക്ഷെ ആർക്കെങ്കിലും ഇവിടെ കുറച്ചു നേരോട് പ്രാർത്ഥിക്കാൻ തുടരണമെങ്കിൽ നിങ്ങൾ ചെയ്തായിട്ട് ദൈവം എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. വെറും ഒരു ഇളക്കാൻ വേണ്ടിയല്ല ഞാൻ നിൽക്കുന്നത്. ദൈവം ചില ജീവിതത്തിൽ പകരാൻ പോവുകയാണ്. ചിലരിപ്പോൾ തന്നെ ആത്മാവിന്റെ സാന്നിധ്യം
കർത്താവേ, അങ്ങ് കൂടെ നടക്കുമ്പോൾ എന്ത് സംഭവിക്കുമോ ഈ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ, ഈ ദൈവമക്കളുടെ ജീവിതത്തിൽ സംഭവിക്കട്ടെ. പലരും പ്രതികൂലമാണ് ഇത്ര നാൾ അനുഭവിച്ചത്. പക്ഷെ ദൈവം പറയുന്നു അത് മാറി. തൃത്വത്തിൽ മൂന്നാമൻ സഞ്ചരിക്കുന്ന, കൂടെ നടക്കുന്നതായിട്ട് ചില അനുഭവിക്കാൻ പോകുകയാണ്. സകല അധികാരമുള്ള യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ ദൈവദാസന്റെ അധികാരത്തിൽ നിന്നുകൊണ്ട് ഈ സഭയ്ക്ക് മീതെ, ഇവിടെ നിൽക്കുന്ന ദൈവമക്കൾക്ക് മീതെ ഇപ്പോൾ ഞാൻ പ്രഖ്യാപിക്കുന്നു ദൈവത്തിന്റെ സ്വസ്ഥത. പിശാച് വിട്ടുമാറി ആത്മാവിന്റെ ശക്തി വ്യാപരിക്കുന്ന സ്വസ്ഥത പ്രാപിക്കുന്ന ദൈവമക്കൾ മാത്രം കരങ്ങൾ അടിച്ച് ശബ്ദം ദൈവത്തെ സ്തുതിച്ചാട്ടെ. കൃപയ്ക്കായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി കരയറ്റുന്നു. നീ നൽകുന്ന സ്വസ്ഥതയ്ക്കായി നന്ദി. നീ ഇന്ന് രാത്രി ഞങ്ങളോട് സംസാരിച്ചതിന് നന്ദി. ഞങ്ങൾ വെറുതെ ഒരു മീറ്റിംഗ് കഴിഞ്ഞ് മടങ്ങിപ്പോവല്ല, ഞങ്ങൾ പരിശുദ്ധാത്മാവിനോട് കൂടെ നടക്കുവാൻ ആരംഭിക്കും. പരിശുദ്ധാത്മാവ് ഞങ്ങളോടൊപ്പം സഞ്ചരിക്കുകയാണ്. അവിടുത്തെ കൃപയ്ക്കായി നന്ദി കർത്താവേ. തുടർന്ന് ഞങ്ങൾ ചില പ്രിയപ്പെട്ടവർ ഇവിടെ തന്നെ പ്രാർത്ഥനയിലായിരിക്കുന്നു. ഈ പട്ടണത്തിന് കിഴക്കും തെക്കും വടക്കും പടിഞ്ഞാറും നടന്ന് പ്രാർത്ഥിച്ച് ഈ പട്ടണത്തെ ദൈവകരത്തിൽ ഏൽപ്പിക്കുവാൻ ഏൽപ്പിക്കുകയാണ്. കടന്നു വന്നവരിതിന്റെ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ. പ്രത്യേകിച്ച് നാളെ പകലത്തെ മീറ്റിങ്ങിനെ ഏൽപ്പിക്കുന്നു. അടുത്ത ദിവസം ശുശ്രൂഷകളെ ഏൽപ്പിക്കുന്നു. ഇതിന്റെ അഭിഷിക്തനെ ഉപയോഗിക്കണമേ. കടന്നു വന്ന സർവ്വജനത്തിന് മേലും സ്വസ്ഥതയും സമാധാനം കർത്താവ് അയച്ചതിന് നന്ദി കരയറ്റുകയാണ്. മഹത്വം സ്വർഗത്തിലെ ദൈവത്തിന്. അത് യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ സഹവാസം കൂട്ടായ്മയും ദൈവദൂതന്മാരുടെ സംരക്ഷണവും യേശുവിന്റെ രക്തത്താലുള്ള മുദ്രയും നിങ്ങളോടും നിങ്ങളുടെ കുടുംബങ്ങളോടും ഇവിടെ ആയിരിക്കുന്ന പ്രിയ ദൈവജനത്തോടും ഇന്നു മുതൽ കർത്താവിന്റെ വരവരെ ഉണ്ടായിരിക്കുമാറാകട്ടെ. എല്ലായിടത്തും എല്ലായ്പ്പോഴും എല്ലാ സമയവും യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ. ആമേൻ. ഞങ്ങളുടെ കർത്താവായ യേശുവേ.